പ്രതീക്ഷയാണ്, നല്ല വിജയപ്രതീക്ഷയാണ്. മികച്ച വിജയം LDF നേടും എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും ആ അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ യാതൊരു മാറ്റവുമില്ല. നിലമ്പൂരിൽ ഒരു മാറ്റം പ്രകടമായിരുന്നു. തീർച്ചയായിട്ടും LDFന് മികച്ച വിജയം നിലമ്പൂര് നൽകും എന്ന ഉറച്ച പ്രതീക്ഷയാണ് ഉള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല രീതിയിലുള്ള പ്രവർത്തനം സംഘടിപ്പിച്ചിട്ടുണ്ട്. നല്ല രീതിയിലുള്ള സ്വീകരണം ജനങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. പോളിംഗും അത് തന്നെയാണ് കാണിക്കുന്നത്. നല്ല രീതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെയ്യും. ബൂത്തിൽ നിന്ന് കിട്ടുന്ന കണക്കനുസരിച്ച് കംഫർട്ടബിൾ മെജോറിറ്റി UDFന് ഉണ്ടാവും എന്നാണ്. അതാണ് ഇങ്ങനെ ഒരു യൂണിഫോം ആയിട്ടുള്ള യുനാനിമസ് ആയിട്ടുള്ള അഭിപ്രായം വരുന്നതിൻ്റെ കാരണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിൽ 15,000 വോട്ടിന് മുകളിലുള്ള ഭൂരിപക്ഷമാണ് പ്രതീക്ഷിച്ചിരുന്നത്. ഞങ്ങളുടെ ചില കണക്കുകൂട്ടലുകൾക്കനുസരിച്ചാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ അത് ഞങ്ങൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഭൂരിപക്ഷം ഞങ്ങൾക്കുണ്ടാവും. നിലമ്പൂർ ജനത വിധി എഴുതി കഴിഞ്ഞു. കൂട്ടിയും കിഴിച്ചും സാധ്യതകൾ തേടുകയാണ് മുന്നണികൾ. ചരിത്ര ഭൂരിപക്ഷമാണ് ഇന്നലെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് അവകാശപ്പെട്ടതെങ്കിൽ ഇന്ന് 5000-നും 10,000-നും ഇടയിലെ ഭൂരിപക്ഷമാണ് UDF കണക്കുകൂട്ടുന്നത്. വലതുപക്ഷത്തിന്റെ തെറ്റായ സമീപനങ്ങൾ തുറന്നു കാട്ടിയ തെരഞ്ഞെടുപ്പിൽ ഇടത് സ്ഥാനാർത്ഥിക്ക് വലിയ രീതിയിലുള്ള വിജയം ഉറപ്പാണെന്നാണ് CPMന്റെ കണക്കുകൂട്ടൽ. നിലം മെച്ചപ്പെടുത്തുമെന്ന് NDA വിശ്വാസം അർപ്പിക്കുന്നു. 75,000-ത്തിലധികം വോട്ട് നേടി ജയിക്കുമെന്ന് ഇന്നലെ പറഞ്ഞ അൻവറിന്റെ യഥാർത്ഥ കണക്കുകൂട്ടൽ ഇന്ന് പുറത്തു വന്നിട്ടില്ല. വോട്ടെടുപ്പിന് ശേഷം ഒരു നാൾ പിന്നിടുമ്പോഴും പിടിതരുന്നില്ല നിലമ്പൂർ. 10 മാസത്തേക്കൊരു MLA തെരഞ്ഞെടുക്കാൻ കനത്ത മഴയിലും 75.27% പേർ വോട്ട് രേഖപ്പെടുത്തിയ നിലമ്പൂരിൽ ചങ്കിടിപ്പേറുന്നത് ആർക്കാണ്? പരിശോധിക്കാം. സ്വാഗതം. എനിക്കൊപ്പം CPMൽ നിന്ന് VPP മുസ്തഫ, കോൺഗ്രസിൽ നിന്ന് വസന്ത് തെങ്ങുംപള്ളി, TMCയെ പ്രതിനിധീകരിച്ച് സജി മഞ്ഞക്കടമ്പിൽ, BJP പ്രതിനിധി TK അശോക് കുമാർ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം വസന്ത് തെങ്ങുംപള്ളി. ഇന്നലെ UDF സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ളവർ ചരിത്ര ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്ന് പറഞ്ഞിടത്തു നിന്ന് ഇന്ന് കണക്കുകൾ കൂട്ടിക്കഴിയുമ്പോൾ 5000-നും 10,000-നും ഇടയിലെ ഒരു ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്ന നിലയിലേക്ക് ആ പ്രതീക്ഷ ചുരുങ്ങുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ കൂടുതൽ വിശദമായ കണക്കെടുപ്പുകളിൽ ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഭൂരിപക്ഷം നിങ്ങൾ ഇന്നലെ അവകാശപ്പെട്ടതിൻ്റെ അത്രയും എത്താത്ത തരത്തിൽ ചില കണക്കുകൂട്ടലുകൾ നിങ്ങൾക്കുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ നേരത്തെയൊക്കെ അവകാശപ്പെട്ടിരുന്ന ഭൂരിപക്ഷത്തിൽ നിന്നും കുറവിലേക്ക് നിങ്ങൾ എത്തുന്നത്? ഏതൊക്കെയാണ് നിങ്ങൾ വെല്ലുവിളികളായി കാണുന്നത്? അല്ല, യാതൊരു വെല്ലുവിളിയും അവിടെയില്ല. 5000-നും 10,000-നും 15,000-നും ഇടയിലുള്ള ഭൂരിപക്ഷത്തിൽ ശ്രീ ആര്യാടൻ ഷൌക്കത്ത് അവിടെ നിന്ന് ജയിക്കും എന്നാണ് ഞങ്ങൾ പറയുന്നത്. അല്ലാതെ ആരെയും പോലെ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങയാണ്, അതുകൊണ്ട് ജയിക്കാനും അപ്പുറത്തോട്ട് മറിയാനും ഇപ്പുറത്തോട്ട് ചാടാനും സാധ്യതയുണ്ട് എന്ന കണക്ക് ഏതാണ്ട് 1000-നും 2000-നും ഇടയ്ക്ക് ജയിക്കും എന്നുള്ള ഒരു അടിസ്ഥാനരഹിതമായ റിപ്പോർട്ടല്ല ഞങ്ങളുടേത്. നോക്കൂ, CPMനെ സംബന്ധിച്ച് വടകരയിൽ KK ശൈലജ 1500. വടകരയിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ശ്രീ വസന്ത് തെങ്ങുംപള്ളി, നമുക്കറിയാം വളരെ ശക്തമായ മത്സരമാണ് നിലമ്പൂരിനെ സംബന്ധിച്ച് നടന്നിട്ടുള്ളത്. നമ്മൾ ഇതുവരെ ഉള്ള ഉപതെരഞ്ഞെടുപ്പുകളിൽ കണ്ടതിൻ്റെക്കാൾ വ്യത്യസ്തമാണ് സാഹചര്യം. കാരണം കഴിഞ്ഞ 2 തവണ അവിടെ മത്സരിച്ച് ജയിച്ച PV അൻവർ അവിടെ ഒരു സ്ഥാനാർത്ഥിയായി വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ 3 മുന്നണിക്കൊപ്പം PV അൻവറിന്റെ സാന്നിധ്യവും കൂടി വരുമ്പോഴാണ് പ്രവചനാതീതമാകുന്നത് കാര്യങ്ങൾ. ഇപ്പോഴും ഈ കൂട്ടിക്കിഴിക്കലുകൾക്കുള്ളിൽ അവസാനവും ഇന്ന് ഒരു ദിവസം പിന്നിടുമ്പോഴും കൃത്യമായ ഒരു കണക്ക് മുന്നണികൾക്ക് പോലും എത്തിപ്പെടാത്തത് ഈ അൻവറിന്റെ സാന്നിധ്യം കൊണ്ടാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇത്രയും പ്രതികൂല ഘടകങ്ങൾ നിൽക്കുന്നു. നിങ്ങൾ ഭൂരിപക്ഷം കുറച്ചു എന്നത് ഒരു വസ്തുതയാണ്. അപ്പോൾ പോലും 15,000 വരെ വോട്ടിൽ ഒരു വിജയം എന്ന് പറയുമ്പോൾ അതിന് എന്തൊക്കെ അടിസ്ഥാനം എന്നൊരു ചോദ്യമുണ്ടല്ലോ. അല്ല, അതാണ് പറഞ്ഞു വരുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ വെറുതെ ഒരു കണക്ക് പറഞ്ഞു പോവുകയല്ല. CPMനെ പോലെ വടകരയിൽ ശൈലജ ജയിക്കുന്ന കണക്ക് പറഞ്ഞതുപോലെ 19-20 സീറ്റുകളിലും ലോക്സഭയിലേക്ക് നടക്കുന്നതിൽ 12 സീറ്റിലേറെ പിടിക്കുമെന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ അടിത്തട്ടങ്ങളിൽ നിന്നുള്ള കണക്കെടുത്ത ശേഷം നടത്തിയ അവലോകനം പോലുള്ള ഒരു കണക്കല്ല ഞങ്ങളുടേത്. ഞങ്ങളുടേത് ബൂത്ത് പ്രസിഡന്റുമാർ നൽകുന്ന റിപ്പോർട്ടിന്റെ പുറത്ത് അവിടെ ഇലക്ഷൻ പോളിംഗ് ഏജന്റുമാരായി ഇരുന്നവരുടെ റിപ്പോർട്ടുകളുടെ പുറത്തുള്ള ഒരു കണക്കാണ്. ആ കണക്കാണ് വളരെ കൃത്യമായി ഇന്ന് PCC അധ്യക്ഷനും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും അടക്കമുള്ള UDFന്റെ നേതൃത്വം നിങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ രേണു പറഞ്ഞതുപോലെ അവിടെ ഇത്തവണ ഒരു ചതുഷ്കോണ മത്സരം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായ മത്സരം ചതുഷ്കോണം തന്നെയാണ്. പക്ഷേ അതിന്റെ ഒരു ചതുഷ്കോണത്തിൻ്റെതായിട്ടുള്ള വീറും വാശിയും ഉയർത്തത്തക്ക വിധത്തിൽ അൻവർ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല.
അത് റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാവുകയും ചെയ്യും. ഞങ്ങൾ അവിടെ കൂടുതൽ പറയാൻ ആഗ്രഹിച്ചത്, അൻവർ എന്ന് പറയുന്ന ഇടതുപക്ഷത്തെ ഒരു MLA എന്തുകൊണ്ടാണ് രാജിവെച്ചത്? അദ്ദേഹം രാജിവെച്ചത് പിന്നീട് അദ്ദേഹം ഏതാണ് ഈ പറയുന്നത്, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഇച്ഛയുടെ പുറത്ത്, രാഷ്ട്രീയ ലാഭേച്ഛയുടെ പുറത്ത് പല നിലപാടുകൾ എടുക്കുകയും ചാടിക്കളിക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം രാജിവെച്ചപ്പോൾ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഏത്? ഇടതുപക്ഷത്തിന് വേണ്ടി ഇടതുപക്ഷത്തിന്റെ കക്ഷി നേതാക്കന്മാരുടെ യോഗത്തിൽ ഇരുന്നിരുന്ന കക്ഷി നേതാവാണ് അൻവർ. സ്വാഭാവികമായി LDF യോഗത്തിൽ പങ്കെടുത്തിരുന്ന ആൾ, അങ്ങനെയുള്ള ഒരാൾ ആ മുന്നണിയിൽ നിന്ന് ആ സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചുകൊണ്ട് രാജിവെക്കുന്നു. രാജിവെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒന്ന്, ഈ സർക്കാരിനെ നിയന്ത്രിക്കുന്നത് ഒരു മാഫിയ സംഘമാണ്. ആ മാഫിയ സംഘത്തിന് നേതൃത്വം കൊടുക്കുന്നത് മുഖ്യമന്ത്രിയാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയാണ്. രണ്ട്, പോലീസിനെ, അത് ഞങ്ങൾ പറഞ്ഞതാണ്, ഞങ്ങൾ തെളിവടക്കം പുറത്തുവിട്ടാണ്, പോലീസിനെ നിയന്ത്രിക്കുന്നത് RSS ആണ്, സംഘപരിവാരമാണ്. അൻവർ പറഞ്ഞത് എന്ത് എന്നത് നമ്മൾ മാസങ്ങളോളം ചർച്ച ചെയ്തതാണ്. അൻവർ പറഞ്ഞത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടാണ് നിലമ്പൂരിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ രംഗവും കടന്നുപോയത്. നമ്മളിപ്പോൾ വോട്ടെടുപ്പ് കഴിഞ്ഞു, ഒരു ദിവസം കണക്ക് കൂട്ടലുകൾ ഒക്കെ കഴിഞ്ഞ ഒരു ചർച്ചയ്ക്ക് വേണ്ടി ഇരിക്കുകയാണല്ലോ. അപ്പോൾ ഒരു യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ള ഒരു സമീപനമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, വളരെ കടുത്ത മത്സരമായിരുന്നു. ഇടത് ക്യാമ്പ് ഇപ്പോഴും അവർക്ക് വിജയപ്രതീക്ഷയുണ്ട്. അതിനുള്ള സാഹചര്യങ്ങൾ, സാധ്യതകൾ എന്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത്ര വലിയ ഒരു ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന ആത്മവിശ്വാസം നൽകുന്ന ഘടകങ്ങൾ എന്ത് എന്നതാണ് എന്റെ ചോദ്യം. നമുക്ക് സ്പെസിഫിക് ആയിട്ട് അതിലേക്ക് തന്നെ വരാം. സ്പെസിഫിക് ആണ്, ആ കാര്യമാണ് പറഞ്ഞത്. ആന്റി ഇൻകൺവെൻസി അഗൈൻസ്റ്റ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ്, അതാണ് ഒന്നാമത്തെ ഘടകം. രണ്ടാമത്, ഇപ്പൊ അങ്ങ് പറഞ്ഞല്ലോ, ഇടതുപക്ഷം അവിടെ ജയിക്കുമെന്ന് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടത്. അത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കയ്യാലപ്പുറത്തെ കൊട്ടത്തേങ്ങയാണ് അവരുടെ റിപ്പോർട്ട്. ഏത് അങ്ങോട്ട് ചാടാം, ജയിക്കാനും ജയിക്കാതിരിക്കാനും സാധ്യതയുണ്ട്, മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ കേന്ദ്രം പറയുന്നത് പോലെയാണ് AKG. ഭരണവിരുദ്ധ ശ്രീ വസന്ത്, ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നാണ് താങ്കൾ പറയുന്നതെങ്കിൽ അത് ഇപ്പോൾ നമുക്കറിയാം 76.60% ആയിരുന്നു കഴിഞ്ഞ തവണ രേഖപ്പെടുത്തിയിരുന്ന വോട്ട് ശതമാനം. ഈ ഉപതെരഞ്ഞെടുപ്പിൽ നിങ്ങൾ 23 ദിവസം പ്രചരണത്തിന് കിട്ടിയപ്പോൾ ഈ കാര്യങ്ങൾ തന്നെയാണല്ലോ അവിടെ പറഞ്ഞത്. പക്ഷേ അതിനനുസരിച്ചുള്ള ഒരു പോളിംഗ് അവിടെ ഉയർന്നിട്ടില്ല. ഭരണവിരുദ്ധ വികാരം പ്രത്യക്ഷത്തിൽ ഉണ്ട് എങ്കിൽ അതനുസരിച്ചൊരു പോളിംഗ് അവിടെ സാധ്യമാകണമല്ലോ. ജനങ്ങൾ ആ വികാരം പ്രകടിപ്പിക്കണമല്ലോ. അങ്ങനെ വികാരം പ്രകടിപ്പിച്ചതായി നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടോ? രേണു, ആ ട്രെൻഡ് മാറി. കാര്യം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ശതമാനവുമായിട്ട് അടിച്ചു നോക്കിയപ്പോഴും അങ്ങടക്കുന്ന മാധ്യമപ്രവർത്തകർ ഇതാണ് ഞങ്ങളോട് ചോദിച്ചത്. ഏത്? ഈ ആന്റി ഇൻകൺവെൻസി പ്രൊജക്ട് ചെയ്യണമെങ്കിൽ സ്വാഭാവികമായും എന്ത് ചെയ്യണം? വോട്ടിംഗ് ശതമാനം ഉയരണം. അതിന്റെ തിയറി എന്ന് പറയുന്നത്, ആന്റി ഇൻകൺവെൻസി ഉണ്ടെങ്കിൽ വോട്ട് ചെയ്യണ്ട എന്ന് ആടി നിൽക്കുന്ന ന്യൂട്രൽ വോട്ടേഴ്സ് പോലും ഇറങ്ങി വോട്ട് ചെയ്യും, പോൾ ചെയ്യുമെന്നുള്ളതാണ്. അന്ന് ഞങ്ങൾ പറഞ്ഞ എന്താണ്? ഇടതുപക്ഷത്തോട് ആഭിമുഖ്യമുള്ളവർ, എന്നാൽ ഈ സർക്കാരിനോട് എതിർപ്പുള്ളവർ, അവർ വോട്ട് ചെയ്യാൻ പോയില്ല. വളരെ പ്രോ ലെഫ്റ്റ് ആയിട്ടുള്ളവർ, സർക്കാരിനെതിരായി, ഈ ചിഹ്നത്തിനെതിരായി വോട്ട് ചെയ്യാൻ മടിയുള്ളവർ, എന്നാൽ ഈ സർക്കാരിനെതിരായി അവർക്ക് വിമർശനമുള്ളവർ, പ്രതിഷേധമുള്ളവർ, അവർ വോട്ട് ചെയ്യാൻ പോയിട്ടില്ല. അപ്പൊ സ്വാഭാവികമായും എന്ത് കുറഞ്ഞു? പോളിംഗ് ശതമാനം കുറഞ്ഞു. അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വെളിവാക്കപ്പെട്ടതാണ്. നോക്കൂ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഈ പറയുന്ന പോളിംഗ് ശതമാനം കുറഞ്ഞു എന്ന് പറഞ്ഞ് ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന് മുമ്പ് ഞങ്ങളെ വല്ലാതെ കടന്നാക്രമിച്ചിരുന്നു, നിങ്ങൾ അടങ്ങുന്ന മാധ്യമപ്രവർത്തകർ. പക്ഷെ റിസൾട്ട് വന്നപ്പോൾ എന്തുണ്ടായത്? കേരളത്തിന്റെ ചരിത്രത്തിൽ 10 സീറ്റിൽ 1 ലക്ഷം വോട്ടിന് ജയിച്ചിട്ടില്ല. കേരളത്തിന്റെ ചരിത്രത്തിൽ ഞങ്ങൾ 18 ജയിക്കുമ്പോൾ 10 ഞങ്ങൾ ജയിക്കുന്നത് 1 ലക്ഷം വോട്ടിനാണ്. അതുപോലെ തന്നെയായിരിക്കും ഇവിടെയും ആവർത്തിക്കാൻ പോകുന്നത്. ഞങ്ങൾ ക്ലിയർ കട്ടാണ്. ഞങ്ങൾ അവിടെ സംസാരിച്ചത് മുഴുവൻ അൻവറിനെതിരായിട്ടല്ല. ഞങ്ങൾ അവിടെ സംസാരിച്ചത് മുഴുവൻ സംസ്ഥാന സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളുമായി ബന്ധപ്പെട്ടാണ്, സംസ്ഥാന സർക്കാരിന്റെ കൊള്ളരുതായ്മകളുമായി ബന്ധപ്പെട്ടാണ്, കേന്ദ്ര സർക്കാരിന്റെ ഈ പറയുന്ന സംഘപരിവാറിസവുമായി ബന്ധപ്പെട്ടാണ്, അതിന് കുടപിടിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ രാഷ്ട്രീയ നിലപാടുമായി ബന്ധപ്പെട്ടാണ്. ശരി, താങ്കൾ പ്രാഥമികമായി എന്തുകൊണ്ട് UDF പ്രതീക്ഷ അർപ്പിക്കുന്നു എന്നത് പറഞ്ഞു കഴിഞ്ഞല്ലോ. ശ്രീ VPP മുസ്തഫ, ഇന്നലെയൊക്കെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും, മികച്ച ജയം എന്നത് അവകാശവാദമായിരുന്നുവെങ്കിൽ ഇന്ന് CPM സെക്രട്ടേറിയറ്റിന് ശേഷം അത് 2000-ൽ താഴെയുള്ള വോട്ടിന് ഉള്ള ജയം എന്ന നിലയിലേക്ക് ചുരുങ്ങുന്നു CPM എന്നതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ജയം ഉറപ്പാണ് എന്നത് സ്ഥാനാർത്ഥികൾ പറയുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുക വോട്ടെടുപ്പിന് തൊട്ട് മുൻപ് എന്നത് മാത്രമാണോ ഉദ്ദേശിക്കുന്നത്, അതോ നിങ്ങൾക്ക് വിജയം അവകാശപ്പെടാൻ ഇപ്പോഴും അടിസ്ഥാനമുണ്ടോ? ഒന്ന്, ഇപ്പോ കോൺഗ്രസിന്റെ പ്രതിനിധി AKG സെന്ററിലെ കണക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ഒരു 2000 വോട്ടിന്റെ കണക്കൊക്കെ പറയുന്നത് കേട്ടു. കോൺഗ്രസ് പ്രതിനിധി ഇരുന്നിട്ടാണോ AKG സെന്ററിലെ കണക്ക് തയ്യാറാക്കുന്നത്?
അദ്ദേഹം കോൺഗ്രസിന്റെ കണക്ക് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം തുടങ്ങിയത് തന്നെ 5000 വോട്ട്, 10,000 വോട്ട്, 15,000 വോട്ട് ജയിക്കും എന്ന് കോൺഗ്രസിന്റെ കണക്ക് പറഞ്ഞിട്ടുണ്ട്. അതിലെവിടെയാ കൃത്യതയുള്ളത്? അതിലെവിടെയാ ഒരു ക്ലിപ്തതയുള്ളത്? 5000, 10,000, 15,000 ഇങ്ങനെയാണ് കോൺഗ്രസ് പ്രതിനിധി ഈ ചർച്ചയിൽ നിന്ന് സംസാരം തുടങ്ങിയപ്പോൾ ആദ്യം അവരുടെ ഭൂരിപക്ഷമായിട്ട് പറഞ്ഞത്. അപ്പൊ അവരുടേതാണ് കയ്യാലപ്പുറത്തെ തേങ്ങ. അവർക്കാണ് ഒരു കൃത്യതയും ഇല്ലാത്തത്. കൊട്ട തേങ്ങയുടെ കണക്ക് പോലെ ഇങ്ങനെ 5000, 10,000, 15,000 എന്ന് പറയുകയാണ്. ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി ഇന്ന് പത്രസമ്മേളനം നടത്തി. ഒരു കണക്കും നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ഇത് നിങ്ങൾ എവിടുന്നോ പടച്ചുണ്ടാക്കിയിട്ട് ഒരു കണക്ക് വെച്ചിട്ട് ഇത് AK സെന്ററിലെ കണക്കാണെന്ന് പറഞ്ഞാൽ അതെങ്ങനെ AK സെന്ററിലെ കണക്കാവുക? ഞങ്ങൾ അങ്ങനെ ഒരെലക്ഷനിലും, ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ലല്ലോ, ഒരു തെരഞ്ഞെടുപ്പിലും അങ്ങനെ ഇത്ര വോട്ടിന് ജയിക്കും എന്ന് ഞങ്ങൾ വലിയ വിജയം ഉണ്ടാകും എന്നതാണ് M സ്വരാജ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മൾ ഇവിടെ പ്ലേ ചെയ്തപ്പോഴെങ്കിലും താങ്കൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. വലിയ വിജയം ഉണ്ടാകും എന്നതാണ്. ഇന്ന് എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുമ്പോഴും അത് തന്നെയാണ് സൂചിപ്പിച്ചത്. വലിയ നേട്ടമുണ്ടാകും. ഈ വലതുപക്ഷത്തിന്റെ നയ സമീപനങ്ങൾ എന്താണ് എന്നതുള്ളത് അവിടെ തുറന്നു കാട്ടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വലിയ വിജയം തന്നെ പ്രതീക്ഷിക്കുന്നു ഞങ്ങൾ എന്ന് പറഞ്ഞു. കണക്ക് പറഞ്ഞില്ല, അത് മാധ്യമങ്ങൾ ചില സോഴ്സുകൾ ഉപയോഗിച്ച് വാർത്തകൾ കൊടുക്കുമല്ലോ, അങ്ങനെ ഞാൻ സൂചിപ്പിച്ചതാണ്. ഞാൻ എം വി ഗോവിന്ദൻ കണക്ക് പറഞ്ഞു എന്ന് ഞാനും പറഞ്ഞിട്ടില്ല. അതെ, അപ്പൊ അതാണ് വസ്തുത. അപ്പൊ ഞങ്ങള് അവിടെ കയ്യാലപ്പുറത്തെ തേങ്ങ എന്ന് പറയാൻ ഞങ്ങളൊരു കണക്കും പറഞ്ഞിട്ടില്ല. പക്ഷെ കാര്യം എന്താണ്? ഞങ്ങൾ ജയിക്കും എന്നുള്ളതാണ്. നിലമ്പൂരിൽ അതിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും ശക്തവും നിർണായകവുമായ വിധിയെഴുത്തുണ്ടായി. ആ വിധിയെഴുത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാകും. ഇവിടെ കോൺഗ്രസ് പ്രതിനിധി അവരുടെ കണക്ക് എന്തോ വളരെ ശരിയാണ്, അവരുടെ കണക്ക് വളരെ കൃത്യമാണ് എന്ന് പറയാൻ 2024 കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടാണ് പറയുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ കണക്ക് എന്തായിരുന്നു? ഇതുപോലെ ബൂത്തുകളിൽ നിന്ന്, കോൺഗ്രസിന്റെ ഏജന്റുമാരിൽ നിന്ന്, UDFന്റെ ബൂത്ത് ഏജന്റുമാരിൽ നിന്ന് കൃത്യം കണക്കുകൾ വാങ്ങിച്ചിട്ട് അന്ന് കേരളത്തിൽ UDF പ്രഖ്യാപിച്ചത് എന്താ? ഇതാ പിണറായി വിജയന്റെ ഭരണം അവസാനിച്ചു, കേരളത്തിൽ UDF അധികാരത്തിൽ വരും. സീറ്റിന്റെ എണ്ണം ഉൾപ്പെടെ പറഞ്ഞു. ഏതെങ്കിലും സീറ്റിലെ ഭൂരിപക്ഷം മാത്രമല്ല, 100 സീറ്റിൽ UDF അധികാരത്തിൽ വരും. LDF ഭരണം അവസാനിപ്പിക്കും. എന്റെ മണ്ഡലം തൃക്കരിപ്പൂർ മണ്ഡലം കാസർഗോഡ് ജില്ലയിൽ, അത് 977 രൂപീകരിച്ചത് തൊട്ട് നാളിതുവരെ ഇടതുപക്ഷം ജയിച്ച മണ്ഡലമാണ്. കയ്യൂർ ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ ചരിത്രഭൂമികൾ ഉൾപ്പെടുന്ന മണ്ഡലമാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായിരുന്ന MP ജോസഫ് KM മാണിയുടെ മകളുടെ ഭർത്താവ് കൂടിയാണ്. കേരള കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ടാണ് മത്സരിച്ചത്. അദ്ദേഹം പറഞ്ഞത് 10,100 വോട്ടിന് ജയിക്കും, കണക്കടക്കം പറഞ്ഞു. പക്ഷേ വോട്ടെണ്ണിയപ്പോ ഈ മണ്ഡലത്തിന്റെ 77 രൂപീകരിച്ച തൃക്കരിപ്പൂർ മണ്ഡലത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം 28,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ഞങ്ങളന്ന് വിജയിച്ചു. ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഈ ചില മണ്ഡലങ്ങളിലെ വലിയ ഭൂരിപക്ഷം പറയുന്നയാൾ 2021 തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ഇടതുപക്ഷം വലിയ ഭൂരിപക്ഷത്തിന് മണ്ഡലങ്ങളിൽ ജയിച്ചത്? അവര് 100 സീറ്റ് ജയിക്കുമെന്ന് കണക്കൂട്ടിയെടുത്ത് 99 സീറ്റിൽ ഇടതുപക്ഷം ജയിച്ചതിന്റെ അനുഭവം നമ്മുടെ മുന്നിലില്ലേ? അതുകൊണ്ട് UDFന്റെ എന്തോ കണക്ക് വളരെ കൃത്യമാണ്, അതെന്തോ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടന്നതുകൊണ്ട് അതാണ് നടക്കാൻ പോകുന്നത് എന്ന് പറയുന്നവർ അതിന് തൊട്ടു മുമ്പ് കാണണം. ശ്രീ VPP മുസ്തഫ, ഞാൻ ചോദിച്ചുവല്ലോ, ഞാൻ കണക്കുകൾ എങ്ങനെ വന്നു എന്നത് ഞാൻ സൂചിപ്പിച്ചു. നിങ്ങളുടെ ഇപ്പോഴും വിജയം അവകാശപ്പെടുന്ന ഒരു സാഹചര്യം, അതിനുള്ള ആധാരം എന്ത് എന്നതായിരുന്നല്ലോ എൻ്റെ ചോദ്യം. നമുക്ക് അതിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നാൽ, കഴിഞ്ഞ തവണ നിങ്ങൾക്ക് ലീഡുണ്ടായിരുന്ന ഇടങ്ങൾ, അവിടെ ലീഡ് നേടാനാകും എന്ന പ്രതീക്ഷ നിങ്ങളെ സംബന്ധിച്ചുണ്ടോ? ഇപ്പോൾ അമരമ്പലം ഒഴികെ ബാക്കി എല്ലായിടത്തും ലീഡ് നേടാൻ കഴിയും എന്നതാണ് UDFന്റെ പ്രതീക്ഷയായി അവർ പറയുന്നത്. അവിടെ മാത്രമായിരിക്കും ഒരുപക്ഷെ ലീഡ് നേടാൻ കഴിയാതെ പോവുക, അമരമ്പലം പഞ്ചായത്തിൽ മാത്രം. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ആ ഒരു ആത്മവിശ്വാസമുണ്ടോ? അൻവർ മറ്റൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഏതൊക്കെ ഇടങ്ങൾ നിങ്ങൾക്ക് നിലനിർത്താൻ കഴിയും എന്നതാണ് പ്രതീക്ഷ? തീർച്ചയായിട്ടും ഞങ്ങൾ അങ്ങനെ വളരെ സൂക്ഷ്മമായിട്ട് തന്നെ വിലയിരുത്തൽ നടത്തിയിട്ടുണ്ട്. അതനുസരിച്ച് തന്നെയാണ് വിജയിക്കാൻ കഴിയും എന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും അവിടെ സ്ഥാനാർത്ഥിയായിരുന്ന സഖാവ് സ്വരാജും നല്ല ആത്മവിശ്വാസത്തോടു കൂടി, യഥാർത്ഥത്തിൽ ക്യാമ്പയിൻ സമയത്ത് പറഞ്ഞതിനേക്കാൾ വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇപ്പോ ഇടതുപക്ഷത്തിന് അത് പറയാൻ വേണ്ടി കഴിയുന്നത്. നല്ല വിജയം അവിടെ ഉറപ്പുവരുത്താൻ വേണ്ടി കഴിയുന്ന വിധത്തിൽ ഉള്ള വലിയ മുന്നേറ്റം ഉണ്ടാകും. അതിനനുസരിച്ചിട്ടുള്ള വലിയ മാറ്റങ്ങളാണ് രാഷ്ട്രീയമായിട്ട് തന്നെ അവിടെ ഉണ്ടായത്. കാരണം ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയമായിട്ടാണ് നേരിട്ടത്. ആ രാഷ്ട്രീയം തന്നെ ഞങ്ങൾ അവിടെ ചർച്ച ചെയ്തു. സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ
ഞങ്ങൾ വളരെ ഗൗരവമായിട്ട് മുഖ്യമന്ത്രി തന്നെ സംസ്ഥാന ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ അവതരിപ്പിച്ചിട്ടാണ് അവിടെ വോട്ട് പിടിച്ചത്. മറ്റ് രാഷ്ട്രീയ പ്രശ്നങ്ങളും എല്ലാമാണ് പറഞ്ഞത്. എന്നാൽ വലതുപക്ഷം അതല്ല ചെയ്തത്. അവരാണല്ലോ യഥാർത്ഥത്തിൽ ആന്റി ഇൻകംബൻസി പറയുന്ന ആളുകളാണല്ലോ സംസ്ഥാന ഗവൺമെന്റിനെതിരെയുള്ള വലിയ വിമർശനവും ചർച്ചയുമായിട്ട് വരുന്നത്. എന്നാൽ അവർ ചില പോരാട്ട നാടകങ്ങൾ ഉണ്ടാക്കി, ചില വിവാദ വിഷയങ്ങൾ ഉണ്ടാക്കി, എങ്ങനെയെങ്കിലും അതിൽ കച്ചിത്തുരുമ്പോട് കൂടിയിട്ട് പോകാമെന്നാണ് ശ്രമിച്ചത്. പക്ഷെ അതെല്ലാം കയ്യോടെ പൊളിച്ചെടുക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ്. അതിൽ തീർച്ചയായിട്ടും മാധ്യമങ്ങൾ ഇത്തവണ എടുത്തൊരു സമീപനമുണ്ട്. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഇടതുപക്ഷത്തോട് എടുക്കുന്ന ഒരു പൊതു സമീപനത്തിൽ നിന്ന് വ്യത്യസ്തമായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം UDFന്റെ ഈ പൊള്ളത്തരം, ഇങ്ങനെ നൈമിഷികമായിട്ടുണ്ടാകുന്ന വിവാദങ്ങളും ചില പെട്ടിഷോകളും എല്ലാം നടത്തിയിട്ട് തൽക്കാലം ഇങ്ങനെ മാധ്യമങ്ങളുടെ ഒരു പരിലാളനയിൽ രക്ഷപ്പെട്ടു പോകുന്ന അവസ്ഥ ഇത്തവണ ഉണ്ടായില്ല. ഇപ്പൊ പാലക്കാട്ടെ പെട്ടി പ്രശ്നത്തിലൊക്കെ വലിയ നിലയിലാണ് പോലീസും സംവിധാനവും എല്ലാം വിമർശിക്കപ്പെട്ടത്. എന്നാൽ ഇവിടെ ഒരു പെട്ടിഷോ സമാനമായിട്ട് നടത്താൻ നോക്കിയപ്പോൾ അവർക്ക് അത് വലിയ നിലയിൽ ബൂമറാങ്ങായി മാധ്യമങ്ങൾ അത് പൊളിച്ചു കൊടുത്തു. ഇനിയിപ്പോ ഇവിടെ നിങ്ങൾ നോക്കൂ, എന്താ ഇപ്പോ തർക്കങ്ങൾ ആർക്കാ? ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പലതരത്തിലുള്ള വിശകലനങ്ങൾ വരാൻ തുടങ്ങിയല്ലോ. ഇന്നിപ്പോ ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞത് എന്താ? അദ്ദേഹത്തിന്റെ പ്രസ്താവന എന്താ? നിലമ്പൂരിൽ ജയിക്കുന്നുണ്ടെങ്കിൽ ശരി, അത് കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടാണല്ലോ. അത് നമുക്ക് രണ്ടാം ഘട്ടത്തിലേക്ക് വരാം. ഇപ്പോൾ നമ്മളിവിടെ മുന്നണികളുടെ പ്രതീക്ഷകൾ, അവസാനവട്ട പ്രതീക്ഷകൾ എന്ത് എന്നതാണല്ലോ അന്വേഷിക്കുന്നത്. ശ്രീ TK അശോക് കുമാർ, എന്താണ് NDA സംബന്ധിച്ചുള്ള ആത്മവിശ്വാസം? ഇന്നലെ വരെ സ്ഥാനാർത്ഥി പറഞ്ഞിരുന്നത് ഞങ്ങൾ ജയിക്കാൻ വേണ്ടി തന്നെയാണ് മത്സരിക്കുന്നത് എന്നതാണ്. പക്ഷേ ഇന്ന് മോഹൻ ജോർജ് അല്പം നില മെച്ചപ്പെടുത്തുന്ന തരത്തിലേക്ക് BJPയുടെ പെർഫോമൻസ്, NDAയുടെ പെർഫോമൻസ് മാറും എന്ന തരത്തിൽ പറഞ്ഞു നിർത്തുന്നത് കണ്ടു. എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? കഴിഞ്ഞ തവണത്തെ അത്ര വോട്ട് നേടാൻ കഴിയുമോ? ഒരു പക്ഷേ വോട്ട് കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. അത് ഒരു പക്ഷേ വിജയത്തിൽ പോലും നിർണായകമാകും. അപ്പോൾ നിങ്ങൾക്ക് ആരുമായി ബന്ധം എന്നുള്ള ചർച്ചകളൊക്കെ വീണ്ടും സജീവമായി വരും. ഏറ്റവും അവസാനത്തെ കണക്കുകൂട്ടൽ നിങ്ങളെ സംബന്ധിച്ചെന്താണ്? നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിൽ ആദ്യമായി നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ് ഈ അടുത്ത കാലത്ത്. പൊതു തിരഞ്ഞെടുപ്പുകളിൽ, സംസ്ഥാനത്തൊട്ടാകെ നടക്കുന്ന തിരഞ്ഞെടുപ്പുകൾ അല്ലെങ്കിൽ രാജ്യത്ത് മൊത്തം നടക്കുന്ന തിരഞ്ഞെടുപ്പുകളുമായി താരതമ്യം ചെയ്തിട്ട് ഉപതെരഞ്ഞെടുപ്പിനെ വിലയിരുത്താൻ സാധിക്കില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അവിടെ ഒരു ഡിസ്റ്റന്റ് തേർഡ് ആയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയാണെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ തുറന്ന് സമ്മതിക്കുന്ന ഒരു വസ്തുതയാണ്. ഞങ്ങളുടെ സംസ്ഥാനത്ത് ഇത്തവണ ഉണ്ടാകുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അല്ല, ഞാൻ പറയട്ടെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ച് ഞാൻ പറയട്ടെ. നിങ്ങൾ അങ്ങനെ ഇടപെട്ടാൽ എനിക്ക് പറയാൻ കഴിയില്ലല്ലോ. അതായത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്ത് ഞങ്ങളുടെ മണ്ഡലങ്ങൾ A ക്ലാസ്, B ക്ലാസ്, C ക്ലാസ് എന്നീ തരത്തിൽ വേർതിരിച്ചുകൊണ്ടാണ് ഞങ്ങൾ സംഘടനാ പ്രവർത്തനം നടത്തുന്നത്. ഞങ്ങളുടെ C ക്ലാസ് ഗണത്തിൽപ്പെടുന്ന ഒരു മണ്ഡലമാണ് നിലമ്പൂർ പോലുള്ള മണ്ഡലം. അതേസമയത്ത് പാലക്കാട്, തിരുവനന്തപുരത്തെ പല മണ്ഡലങ്ങളും നിർണായകമായിട്ടുള്ള ത്രികോണ മത്സരം വരികയും അവിടെയൊക്കെ നേമമടക്കമുള്ള സ്ഥലത്ത്, തൃശ്ശൂർ അടക്കമുള്ള സ്ഥലത്ത് പല മണ്ഡലങ്ങളിലും നമ്മൾ 1ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ആലപ്പുഴയിൽ അടക്കം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും ഒക്കെ കോട്ടകളെ തകർത്ത് അവരെ പിന്നിലാക്കി 1ാം സ്ഥാനത്തെത്തിയ ഒരു ചരിത്രം ഈ സമീപ ഭൂതകാലത്ത് തന്നെ ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട്. പക്ഷേ മലപ്പുറം ജില്ലയിലെ പ്രത്യേകമായ സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യം, ഇവിടുത്തെ സാമൂഹിക അന്തരീക്ഷം, മതന്യൂനപക്ഷങ്ങൾക്കുള്ള വോട്ടിലുണ്ടായത് വലിയ മതന്യൂനപക്ഷങ്ങൾക്ക് BJPയോട് ഞങ്ങൾ സ്വാഗതം ചെയ്യുമ്പോഴും അവർ പൂർണ്ണമായി ഞങ്ങളിലേക്ക് വരാത്തൊരു സാഹചര്യം, ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തുമ്പോഴും ഞങ്ങൾ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ ആദ്യം മുതൽ നേരിടുന്നത് വികസനത്തെ അജണ്ട മുൻനിർത്തിക്കൊണ്ടാണ്. വികസനമില്ല എന്നുള്ളതായിരുന്നു നിലമ്പൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച. ആ ചർച്ച ആദ്യഘട്ടത്തിൽ UDFന്റെയും LDFന്റെയും ഭാഗത്തുനിന്നുണ്ടായി. പക്ഷെ ആ ചർച്ച മുന്നോട്ട് പോയപ്പോൾ 30 വർഷം വികസനം തടഞ്ഞു വെച്ചത് UDFും കഴിഞ്ഞ 9 വർഷം വികസനം നടത്താതിരുന്നത് LDFും എന്നുള്ള ചർച്ച വന്നപ്പോൾ അവർക്കത് പരസ്പരം തിരിച്ചടി ഉണ്ടാകുമെന്ന് അവർ ഇരുകൂട്ടരും മനസ്സിലാക്കുകയും വികസനവും ജനകീയ പ്രശ്നങ്ങളിൽ നിന്ന് അജണ്ട വഴിതിരിച്ചു വിടുകയും ഈ രണ്ടു കൂട്ടരും മതത്തിലേക്ക് ചുരുങ്ങുകയും ചെയ്ത ഒരു കാഴ്ചയുണ്ടായിരുന്നു. അതാണ് ഈ തെരഞ്ഞെടുപ്പിന് ഏറ്റവും നിർണായകമായിട്ടുള്ള ഘട്ടം. അതായത് അവസാന ഘട്ടം, വോട്ടർമാരെ സ്വാധീനിക്കേണ്ട ഘട്ടം, വോട്ടർമാർ നിർണായകമായ തീരുമാനമെടുക്കുന്ന സമയത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ കൊടിയും രാഷ്ട്രവിരുദ്ധരായിട്ടുള്ള മതഭീകരവാദ സംഘടനയെ കൂട്ടുപിടിച്ചുകൊണ്ട് UDF പരസ്യമായി രംഗത്ത് വന്നു. സ്വരാജിന്റെ പൊട്ടിക്കലാശത്തിൽ LDFന്റെ പ്രകടനത്തിൽ ചെങ്കൊടിക്കൊപ്പം PDPയുടെ കൊടി ഉയർന്നു പറക്കുന്ന കാഴ്ചകൾ നിങ്ങളൊക്കെ ലൈവായിട്ട് കാണിച്ചതാണ്. അപ്പൊ ഒരു ഭാഗത്ത് മൗദൂദിയും മറുഭാഗത്ത് മദനിയും നിന്നുകൊണ്ട് സംഘടിത മത
ന്യൂനപക്ഷങ്ങൾ എന്നുള്ളതല്ല പ്രശ്നം, മതഭീകരവാദ സംഘടനകൾ. സിന്ദൂർ പോലെയുള്ള ഓപ്പറേഷൻ നടക്കുമ്പോൾ അതിന് ഒരിക്കലും ഓൺ ചെയ്യാത്ത, അത് ഇന്ത്യക്ക് അനുകൂലമായ ഒരു പ്രസ്താവന പോലും ഇറക്കാത്ത ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള സംഘടനകൾ, അതുപോലെ തന്നെ PDP പോലെയുള്ള മതഭീകരവാദ സംഘടനകൾ. അപ്പൊ ഈ ഇരു മുന്നണികളും ഈ തീവ്രവാദ ഭീകരവാദ രാഷ്ട്രവിരുദ്ധ സംഘടനകളുടെ തടവറയിലായി ഈ തെരഞ്ഞെടുപ്പ് എന്ന് കൂടുതൽ വ്യക്തമാകുന്നു. നമുക്ക് നേരത്തെ അറിയാം, കൈവെട്ട് കേസ് പോലുള്ള സമയത്ത് തീവ്രവാദം കേരളത്തിൽ ചർച്ച ചെയ്തതാണ്. ഞങ്ങൾ ദീർഘകാലമായിട്ട് പറയുന്നു ഇരു മുന്നണികളും കപട മതേതരവാദികളാണ്. ഇവർ ആവശ്യം വരുമ്പോൾ ഒക്കെ തന്നെ, തെരഞ്ഞെടുപ്പ് വരുമ്പോഴൊക്കെ തന്നെ മതതീവ്രവാദത്തെ, മതമൗലികവാദത്തെ കൂട്ടുപിടിക്കുന്നു. അങ്ങനെ അവരെങ്ങനെയെങ്കിലും ജയിച്ചു കയറാനുള്ള ശ്രമം നടത്തുന്നു. അതിനെ കൂടുതൽ വെളിവാക്കുന്ന അടുത്ത കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവ വികാസമാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിലുണ്ടായത്. അത് പ്രധാനപ്പെട്ട ചൂണ്ടുപലകയാണ്. ആ ഒരു നിലമ്പൂർ തെരഞ്ഞെടുപ്പിലെ അവിശുദ്ധമായ കൂട്ടുകെട്ടിനെ തുറന്നു കാണിക്കാൻ വേണ്ടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ ക്യാമ്പയിനുമായിട്ട് മുന്നിട്ടിറങ്ങാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എന്തു തന്നെയായാലും അശോക് കുമാർ, LDF ഏറ്റവും വലിയ പ്രതീക്ഷ വെക്കുന്നതും അതുതന്നെയാണ്. വർഗീയ ശക്തികളുമായിട്ടുള്ള കൂട്ടുകെട്ട് തുറന്നു കാട്ടാൻ കഴിഞ്ഞു, അതിന് ജനങ്ങൾ വോട്ട് ചെയ്യും എന്നതാണ് LDFന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ. മതനിരപേക്ഷ നിലപാട് ഉയർത്തി മുന്നോട്ട് പോകാൻ അവർക്ക് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വോട്ടുകൾ, LDF പ്രതീക്ഷിക്കുന്ന വോട്ടുകളാണ്. അവിടെ ഈ പ്രചരണത്തിന്റെ 3/4 പങ്ക് സമയവും അവർ ചെലവഴിച്ചത് ആ വിഷയം തുറന്നു കാട്ടാനാണ്. മുഖ്യമന്ത്രി പൊതുയോഗങ്ങളിൽ സംസാരിച്ചത് കൂടുതൽ സമയവും അതിനെക്കുറിച്ചാണ്. അല്ല, അങ്ങനെയല്ല. അവര് PDP അബ്ദുൽ നാസർ മദനിയെ ഒപ്പം നിർത്തിക്കൊണ്ട് മതതീവ്രവാദത്തിനെതിരെ സംസാരിക്കുന്നത് എത്രമാത്രം ബാലിശമായിട്ടുള്ള കാര്യമാണ്. ജനങ്ങളെ വിഡ്ഢികളാക്കിയല്ലേ, ജനങ്ങളെ മുഖത്ത് നോക്കി കൊഞ്ഞനം കുത്തല്ലേ. അബ്ദുൽ നാസർ മദനീത വന്നിരിക്കുന്നു, തീവ്രവാദി വന്നു എന്ന് പറയണ്ട എന്ന് പൊന്നാനിയിലും മറ്റും പറഞ്ഞ പിണറായി വിജയൻ നിലമ്പൂരിലെ ഓരോ കവലകളിലും മുഖ്യമന്ത്രി വന്ന് പ്രസംഗിക്കുകയാണ്. ഇത് ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നത്. മുഖ്യമന്ത്രിയെ പോലെ ഒരാൾ, ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഓരോ മുക്കിലും പോയിന്റ് മീറ്റിങ്ങുകളിലും വന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുകയും അങ്ങനെ പ്രചരണം നടത്തി മുന്നോട്ട് പോയിട്ടുള്ളൊരു സാഹചര്യം, അത് എത്രമാത്രം LDFനെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം പ്രയാസം ഉണ്ടാക്കും എന്നുള്ളത് മനസ്സിലാക്കണം. കാരണം അവര് ഇത്രയും വലിയ പ്രചരണം നടത്തുമ്പോഴും മതതീവ്രവാദത്തെ ഒപ്പം നിർത്തുന്നു. അപ്പുറത്ത് നിൽക്കുമ്പോൾ അത് തീവ്രവാദിയല്ല, ഇപ്പുറത്ത് നിൽക്കുമ്പോൾ തീവ്രവാദി. ഇരുകൂട്ടരും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണെന്നുള്ള BJP മുന്നോട്ട് ദീർഘകാലമായിട്ട് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ TK അശോക് കുമാർ, താങ്കൾ മത്സരിച്ചപ്പോഴുള്ള 8500 വോട്ട്, നിങ്ങൾക്ക് 3ാം സ്ഥാനം, അത് നിലനിർത്താൻ കഴിയുമോ NDA സംബന്ധിച്ച് ഇത്തവണ? അല്ല, ഭാരതീയ ജനതാ പാർട്ടി ഇപ്പൊ എല്ലാവരും വോട്ട് ചെയ്ത് കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ ശുഭപ്രതീക്ഷയിൽ തന്നെയാണ്. ഞങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റും, ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള, ഞങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയം അതിന് സ്വീകാര്യത ലഭിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ക്യാമ്പയിനിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. ആ ക്യാമ്പയിൻ അനുസരിച്ചുള്ള മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കും. ഇനി അതിനെ എങ്ങനെയെങ്കിലും മതതീവ്രവാദത്തെ കൂട്ടുപിടിച്ച് അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ അതിനെതിരായിട്ടുള്ള TK അശോക് കുമാർ, അവിടെ തന്നെയാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾക്ക് എല്ലാം തുറന്നു കാട്ടാൻ കഴിഞ്ഞു, ജനങ്ങളെ വിശ്വാസത്തിൽ എടുക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഞാൻ BDJS മത്സരിച്ച 12,200 ശിഷ്ടം വോട്ട് കിട്ടുമോ എന്നല്ല ചോദിച്ചത്. വയനാട്ടിൽ K സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ കിട്ടിയ 17,000-ൽ പരം വോട്ട് കിട്ടുമോ എന്ന് ചോദിച്ചില്ല. താങ്കൾ കഴിഞ്ഞ തവണ മത്സരിച്ച 8500 വോട്ടെങ്കിലും കിട്ടണ്ടേ? നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അത്രയെങ്കിലും മിനിമം കിട്ടണ്ടേ? അല്ല, രേണു, ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. കഴിഞ്ഞ അവസ്ഥ ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. പ്രിയങ്ക ഗാന്ധി മത്സരിച്ചപ്പോൾ കേവലം 30,000 വോട്ട് മാത്രമാണ് സിറ്റിംഗ് MLA ഉള്ള ഇടതുപക്ഷത്തിന് നിലമ്പൂരിൽ ലഭിച്ചത്. 65,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് പ്രിയങ്ക ഗാന്ധിക്ക് ഇവിടെ നിന്ന് ലഭിച്ചത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുമോ കമ്മ്യൂണിസ്റ്റുകാർ മുഴുവൻ വോട്ട് കച്ചവടം നടത്തിക്കൊണ്ട് കോൺഗ്രസിന് കൊടുത്തതാണെന്ന്? അപ്പൊ നിലമ്പൂരിന്റെ സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് വോട്ട് ചെയ്യുന്നതിന് അല്ലെങ്കിൽ മാറി മറിയുന്നതിന് ജനങ്ങളുടെ സന്ദർഭത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് തീരുമാനമെടുക്കുന്നതാണ്. ഒരു MLA ഉള്ള ഒരു സ്ഥലത്ത് 30,000 വോട്ടിലേക്ക് ചുരുങ്ങി CPIയുടെ സ്ഥാനാർത്ഥി, അതും CPIയുടെ ഏറ്റവും മുതിർന്ന നേതാവാണ് ഇവിടെ മത്സരിച്ചത്. സത്യൻ മൊകേരിയെ പോലെയുള്ള ഒരാള് അല്ലെങ്കിൽ ആനി രാജയെ പോലെയുള്ള ആളുകൾ 30,000 വോട്ടിലേക്ക് ചുരുങ്ങുകയും UDFന്റെ, അത് ഒരുപക്ഷെ മറ്റൊരു കാരണം കൂടി ഉണ്ടാവും, കേന്ദ്രത്തിലെ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ് ഇരു കക്ഷികളും. അതുകൊണ്ടായിരിക്കാം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് ചെയ്യുന്നുണ്ട്. വോട്ട് പറയാനുള്ള സാഹചര്യം അപ്പോൾ NDA ഇപ്പോൾ തന്നെ മുന്നിൽ കാണുന്നു. അതിന്റെ കാര്യകാരണങ്ങൾ, ന്യായീകരണങ്ങൾ
അതെന്താണ് എന്നുള്ളത് പറഞ്ഞും തുടങ്ങുന്നു നേതാക്കൾ എന്നാണ് എനിക്ക് ഇപ്പോൾ മനസ്സിലായത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ഞങ്ങൾ ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധമായ രാഷ്ട്രീയത്തെ വിലയിരുത്തുന്ന ആളുകളാണ്. ഞങ്ങൾക്ക് മുഖത്ത് കാപട്യമില്ല. ശരി, 8500 എന്ന വോട്ട് പോലും അതുപോലും ഉറപ്പാക്കാൻ പറ്റുമോ എന്നത് NDA ക്യാമ്പിനെ സംബന്ധിച്ച് ഇപ്പോൾ അവർക്ക് ഉറപ്പ് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയാതെ പറയുന്നത്. ശ്രീ സജി മഞ്ഞക്കടമ്പൻ, ഇവിടെ ഇപ്പോൾ നമ്മൾ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ അവകാശവാദങ്ങൾ പലതുണ്ടാകും. അത് കഴിഞ്ഞാൽ കുറച്ചുകൂടി യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ള തുറന്നു പറച്ചിലുകൾ ഉണ്ടാകും, കണക്കെടുപ്പുകൾ ഉണ്ടാകും. അപ്പോൾ വലിയ മാറ്റങ്ങളില്ലാതെ ഒരു ഫിഗറിലേക്കൊക്കെ ആഭ്യന്തര തലത്തിൽ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും എത്തുന്നതുമൊക്കെ നമുക്ക് കാണാം. പക്ഷേ നമുക്കറിയാം, പ്രവചനാതീതമായിരുന്നു നിലമ്പൂർ. ഇന്നിപ്പോൾ വോട്ടെടുപ്പ് കഴിഞ്ഞ് ഒരു ദിവസം പിന്നിടുമ്പോഴും വലിയ ആശങ്കകൾ മുന്നണികൾക്കുള്ളിൽ നിലനിൽക്കുന്നു. അതിന്റെ ഏക ഫാക്ടർ എന്ന് പറയുന്നത് PV അൻവറിന്റെ സാന്നിധ്യമാണ്. PV അൻവർ എത്ര വോട്ട് പിടിക്കും എന്നത് സംബന്ധിച്ച് മുന്നണികൾക്കുള്ളിൽ ആശയക്കുഴപ്പം തുടരുന്നു എന്നതാണ്. നിങ്ങൾക്കൊരു കൃത്യതയുണ്ടോ നിങ്ങൾക്ക് എത്ര വോട്ട് കിട്ടുമെന്ന്, അൻവർ എത്ര വോട്ട് പിടിക്കുമെന്ന്? PV അൻവർ 60,000-നും 75,000-നും ഇടയ്ക്കുള്ള വോട്ട് പിടിക്കും. PV അൻവർ വിജയിക്കും, സംശയം വേണ്ട. എന്താണ് ഞങ്ങളുടെ പ്രതീക്ഷ എന്ന് സജി മഞ്ഞക്കടമ്പിൽ ഇന്നലെ ഇത് 75,000-ൽ പരം വോട്ട് എന്ന് പറഞ്ഞ് PV അൻവർ സംസാരിച്ചതാണ്. ഇന്ന് മാധ്യമങ്ങളെ കണ്ട് കുറച്ചുകൂടി യാഥാർത്ഥ്യ ബോധത്തോടു കൂടി സംസാരിക്കുമെന്ന് കരുതി. പക്ഷെ അദ്ദേഹം ഇന്ന് വാർത്താ സമ്മേളനം ഇല്ല, നാളെ കാണാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. താങ്കൾ നിങ്ങൾ എനിക്ക് പറയാനുള്ള അവസരം തരൂ പ്ലീസ്. എനിക്ക് പറയാനുള്ള അവസരം തരൂ. അപ്പൊ ഞാൻ പറയട്ടെ, വോട്ടെടുപ്പ് കഴിഞ്ഞുവല്ലോ എന്തായാലും. വോട്ടെടുപ്പ് കഴിഞ്ഞല്ലോ. അപ്പൊ ഞാൻ പറയട്ടെ, ഞങ്ങളുടെ പ്രതീക്ഷ, ഞങ്ങളുടെ കണക്ക് കൂട്ടൽ ഇവിടെ ഇപ്പൊ UDF-ന്റെയും LDF-ന്റെയും ഭാഗത്തുനിന്ന് പല നേതാക്കളും പലപ്പോഴും ഞങ്ങളെ വിളിച്ചിട്ടുണ്ട്. എല്ലാം വിളിച്ചിട്ടുണ്ട്. അവിടെ വീട് കയറണം, ഇവിടെ വീട് കയറണം, അവിടെ ശ്രദ്ധിക്കണമെന്ന് പറയുന്നു. ശ്രീ സജി മഞ്ഞക്കടമ്പിൽ PV അൻവർ വാർത്താ സമ്മേളനത്തിൽ കാര്യങ്ങൾ പറയും, പിന്നീട് അത് എങ്ങനെ മാറ്റി പറയണം എന്ന് PV അൻവറിന് അറിയാം. പക്ഷേ സജി മഞ്ഞക്കടമ്പിൽ താങ്കൾക്ക് ഇനിയും ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുക്കേണ്ടതാണ്, പാനലിസ്റ്റുകളോടൊക്കെ സംസാരിക്കേണ്ടതാണ്. അപ്പോൾ കുറച്ചുകൂടി യാഥാർത്ഥ്യ ബോധത്തോടു കൂടി താങ്കൾക്ക് സംസാരിച്ചുകൂടി? നിങ്ങൾ കുറച്ച് മര്യാദ എന്നോട് കാണിക്കൂ. എനിക്ക് പറയാനുള്ള അവസരം എന്താ? അല്ലെ എന്തിനാ നിങ്ങളുടെ വിളിച്ചത്? എനിക്ക് പറയാനുള്ള അവസരം എന്താ? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പറയാനുള്ള അവസരം എന്താ? ഞങ്ങൾക്ക് വളരെ വലിയ പ്രതീക്ഷയുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും UDF-ന്റെയും നേതാക്കന്മാർ, പ്രവർത്തകർ ഞങ്ങളെ വിളിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് അനുകൂലമായി അവർ നിലപാടെടുത്തിട്ടുണ്ട്. ഞങ്ങൾ വിജയിക്കും. 2, പിന്നെ നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? ഇവിടെ ഒരു നിയോജക മണ്ഡലത്തിൽ 50% താഴെ ആളുകൾ മാത്രമേ ഉള്ളൂ രാഷ്ട്രീയമായി ചിന്തിക്കുന്നവർ, സ്വതന്ത്രമായി ചിന്തിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ നിഷ്പക്ഷമതികളുണ്ട്. അവരുടെ വോട്ടാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. സാധാരണ ജനങ്ങളുടെ വോട്ടാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. അവരിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ആ വോട്ട് ഞങ്ങൾക്ക് ലഭിക്കും. പക്ഷെ PV അൻവർ എന്ന് പറയുന്ന ഒരു ഫാക്ടറാണ് നിങ്ങൾ പറഞ്ഞല്ലോ. ആ PV അൻവർ കഴിഞ്ഞ 9 വർഷക്കാലത്തെ അവിടുത്തെ ജനപ്രതിനിധി ആയിരുന്നുവെങ്കിൽ അവിടുത്തെ സാധാരണക്കാരുടെ, പാവപ്പെട്ടവരോടൊപ്പം ചേർന്ന് ഇഴുകിച്ചേർന്ന് ജീവിച്ച നേതാവാണ് അദ്ദേഹം. എന്തുകൊണ്ട് രാജിവെച്ചു എന്നൊക്കെ ഇനി ഞാൻ നമുക്ക് പറയേണ്ട കാര്യമില്ല, ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അദ്ദേഹം, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളായി ഞാൻ നിലമ്പൂരിലുണ്ടായിരുന്നു. അവിടുത്തെ ആബാലവൃദ്ധം ജനങ്ങളുമായി, സാധാരണക്കാരുമായി, പാവപ്പെട്ടവരുമായി ഒക്കെ ഞാനും സംസാരിച്ചപ്പോഴൊക്കെ പറഞ്ഞത് ഞങ്ങൾ അമ്പൂക്കായുടെ ഒപ്പമാണ് എന്നാണ് അവിടുത്തെ നാനാജാതി മതസ്ഥർ പറയുന്നത്. ശ്രീ PV അൻവർ, അദ്ദേഹത്തിന് രാഷ്ട്രീയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നേരത്തെ കോൺഗ്രസ്, ഇപ്പോ അദ്ദേഹം സ്വതന്ത്രമായി നിൽക്കുന്നു. അദ്ദേഹത്തെ ഒരു രാഷ്ട്രീയമായി ചിന്തിക്കുന്ന വ്യക്തിയല്ല, സാമുദായികമായി ചിന്തിക്കുന്ന വ്യക്തിയല്ല. എല്ലാവരെയും ഒരു മനസ്സോടുകൂടി, ഒരേ കണ്ണോടുകൂടി കാണുന്ന ഒരു ജനനേതാവായിരുന്നു എന്നതിന്റെ തെളിവാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കണ്ടത്. ഞങ്ങളുടെ വോട്ടുകൾ ഞങ്ങളുടെ പെട്ടിയിലുണ്ട്. ഞങ്ങൾ വിജയിക്കും. ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല, ആശങ്കയുമില്ല. പിന്നെ ഇപ്പൊ നിങ്ങൾ ഇവിടെ കുറെ ചില ചാനലുകാരും ചില സോഷ്യൽ മീഡിയ ചിലരൊക്കെ എഴുതി, നമ്മുടെ ഷാജൻ സ്കറിയയെ പോലെയുള്ള ചില ആളുകളൊക്കെ പറഞ്ഞു, അയ്യോ PV അൻവർ നോട്ടയുമായിട്ടാണ് മത്സരിക്കുന്നത്. ഷാജൻ സ്കറിയയെ പോലെ ചില ആളുകൾ പറഞ്ഞു PV അൻവർ നോട്ടയുമായിട്ടാണ് മത്സരിക്കുന്നത്. അല്ല, PV അൻവർ മത്സരിക്കുന്നത് അവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടും പിണറായി വിജയനോടും ശ്രീ VD സതീശനും എതിരായിട്ട് തന്നെയാണ് മത്സരിക്കുന്നത്. ആ മത്സരത്തിൽ ശ്രീ PV അൻവറിന് 2 ഫാക്ടർ ഉണ്ട്. ഒന്ന്, പിണറായി വിരുദ്ധ വികാരം, അത് ശ്രീ PV അൻവർ അനുകൂലമായി വരും. പിന്നെ VD സതീശൻ, അദ്ദേഹം നമുക്കറിയാം പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം ശ്രീ PV അൻവറെ അദ്ദേഹത്തെ പെരുവഴിയിൽ നിർത്തി അപമാനിച്ചു. അതിന്റെ പ്രതികരണവും UDF-ന്റെ ഭാഗത്തുണ്ടാവും, സാധാരണ ജനങ്ങളുടെ ഭാഗത്തുണ്ടാവും. അപ്പൊ ഞങ്ങൾക്ക് യാതൊരു ഭയവുമില്ല. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ശ്രീ PV അൻവർ പറഞ്ഞതുപോലെ 75,000 വോട്ടെന്നാണ് PV അൻവർ പറഞ്ഞെങ്കിൽ ഞാൻ പറഞ്ഞിരിക്കുന്നു 60-നും 75-നും ഇടയ്ക്കുള്ള വോട്ടിൽ ശ്രീ PV അൻവറിന് ലഭിക്കും. അദ്ദേഹം നല്ല ഒരു ഭൂരിപക്ഷത്തോടെ വിജയിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ മത്സരത്തിൽ 70,000 വോട്ടൊക്കെ കിട്ടുന്ന സ്ഥാനാർത്ഥി ജയിക്കാനുള്ള ഒരു സാഹചര്യമാണ് ശ്രീ സജി മഞ്ഞക്കടമ്പിൽ ഉള്ളത്. ജയിച്ചിരിക്കും. എന്താ നിങ്ങൾക്ക് ആശങ്ക? ഞങ്ങൾ ജയിക്കും. ഞങ്ങൾ ജയിച്ചിരിക്കുകയാണ്.
കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു യൂസഫ് പത്താൻ അദ്ദേഹം വന്ന ആ മീറ്റിംഗിൽ അല്ലെങ്കിൽ ആ റോഡ് ഷോയിൽ അവിടെ ഞങ്ങളുടെ പ്രവർത്തകർ ഭാഗത്തെ വന്നതല്ല നിങ്ങൾ കണ്ടത്. നിങ്ങൾ ആ റോഡിലേക്ക് ഇറങ്ങുന്ന ജനങ്ങളെ കണ്ടായിരുന്നു. അവിടുത്തെ സ്ത്രീകളടക്കം ചെറുപ്പക്കാരടക്കം ആബാലവൃത്തം ജനങ്ങളും വഴിയിലേക്ക് ഇറങ്ങുന്ന അംബൂക്ക സിന്ദാബാദാ വിളിച്ചത്. അറിയോ? PV അൻവർ സിന്ദാബാദാ വിളിച്ചത്. അത് ഏതായാലും നമുക്ക് ആർക്കെങ്കിലും റോഡിൽ കവലയിൽ ആളുകളെ ഇറക്കി നിർത്തി അങ്ങനെ സിന്ദാബാദ് വിളിക്കാൻ അറിയില്ല. ഒരു റോഡ് ഷോ 25 കിലോമീറ്റർ നിലമ്പൂർ മുതൽ വഴിക്കടവ് വരെ 25 കിലോമീറ്റർ 6.5 മണിക്കൂറാണ് ഞങ്ങൾ റോഡ് ഷോ കടന്നുപോയത്. അപ്പൊ ഞാൻ പറഞ്ഞത് അവിടെ ഇറങ്ങി വന്ന ജനങ്ങളെ അന്ന് അഭിവാദ്യം ചെയ്ത ജനങ്ങളെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ആത്മവിശ്വാസം 100 ഇരട്ടി വർദ്ധിച്ചു. അന്ന് തന്നെ ഞങ്ങൾ വിജയിച്ചു. പിന്നെ പറഞ്ഞല്ലോ ഞങ്ങള് ഇവിടെ നിങ്ങൾ കണ്ടല്ലോ ഞങ്ങളുടെ നേതാവ് എന്താ ചെയ്ത് അവിടെ ജനങ്ങളെ അല്ലെങ്കിൽ ഈ പറഞ്ഞ വഴി ബ്ലോക്ക് ആക്കി അവിടെ കുറെ പേരെ ഈ പറഞ്ഞ പോലെ കുറെ വേളമൊക്കെ ഒപ്പിക്കാൻ വേണ്ടി റോഡിൽ ഇറക്കി നിർത്തി ഒരു ഷോ ഒക്കെ അവസാനത്തെ അവസാനത്തെ കലാശക്കൊട്ട് ഒഴിവാക്കി. അദ്ദേഹം സാധാരണക്കാരുടെ ഇടയിലൂടെ നടന്നു, അവരുടെ വോട്ട് ചോദിച്ചു. എന്ന് പറഞ്ഞാൽ ഒരു വളരെ കൃത്യമായ അല്ലെങ്കിൽ ഒരു വെറൈറ്റിയോട് കൂടിയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അല്ലെങ്കിൽ ഈ മത്സരം. നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കണമെന്ന് ആഗ്രഹിച്ചത് ഒരു അവസാന നിമിഷം മത്സരിക്കാൻ ഇറങ്ങി. ഏറ്റവും അവസാന നിമിഷം മത്സരിക്കാൻ ഇറങ്ങിയിട്ട് നിങ്ങളുണ്ടല്ലോ PV അൻവറിനെ ഭയപ്പെട്ടിട്ടാണല്ലോ കോൺഗ്രസ് PV അൻവറിനെ അവരെ കൊടുത്തു. പിന്നെ അത് ക്ഷീണമാകുന്നുണ്ടപ്പോൾ അത് പിൻവലിച്ചോണ്ട് ഓടി. അത് കഴിഞ്ഞ് ലാസ്റ്റ് അവസാനം എന്താ ചെയ്തത്? ഇവിടുത്തെ MLA മാരും UDF-ന്റെ MP മാരും എല്ലാം കൂടെ കയറി നടന്ന് പറഞ്ഞ് എന്താ പറഞ്ഞത്? PV അൻവറിന് വോട്ട് ചെയ്യില്ല, അദ്ദേഹത്തിന് വോട്ട് ചെയ്താൽ LDF ജയിക്കും എന്ന് പറഞ്ഞ് ഇവിടുത്തെ ചേട്ടന്മാരുടെ അടുത്തും അല്ലെങ്കിൽ വീട്ടിലൊക്കെ കയറി പറഞ്ഞു. അവരാരും അത് മുഖവിലേക്ക് എടുത്തിട്ടില്ല. PV അൻവർ അവിടെ വിജയിക്കും എന്ന കാര്യത്തില് എല്ലാവർക്കും തന്നെ ബോധ്യമുണ്ട്. PV അൻവർ വിജയിക്കണമെന്ന ബോധ്യമുണ്ട്. മലയോര മേഖലയിലെ വിഷയങ്ങളിൽ ശ്രീ PV അൻവർ ശക്തമായിട്ട് ഇടപെട്ടത്. അതോടൊപ്പം തന്നെ അവിടെ ചില വിഷയങ്ങൾ മരുത പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു ശവടക്ക വിഷയം ഉണ്ടായി. നിങ്ങൾക്ക് അറിഞ്ഞോ? ഞാനൊരു എല്ലാ സ്ഥാപനങ്ങളും കയറിയപ്പോ ഒരു അച്ഛനോട് പറഞ്ഞത് മരുത പള്ളി ഒരു ഇടവകയില് ശവക്കല്ലറയില്ല, അവിടെ അടക്കാൻ ഒരു ബോഡി അടക്കാനില്ല, അവിടെ പ്രാർത്ഥിക്കാൻ ബോഡി കൊണ്ടുവന്നപ്പോ അന്നത്തെ MLA നമ്മുടെ പ്രിയപ്പെട്ട ഷൗക്കത്തിന്റെ പിതാവാണ്, അദ്ദേഹമായിരുന്നു MLA. അന്ന് RSSും പ്രിയപ്പെട്ട ആര്യാടൻ മുഹമ്മദ് ഒന്നിച്ച് ആ ശവമഞ്ചത്തെ അവിടെ വെച്ച് ആക്ഷേപിച്ചു, അല്ല അവിടെ പള്ളിയിൽ കയറ്റാതെ ആക്ഷേപിച്ചു എന്ന് ഒരു പുരോഹിതൻ എന്നോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് എന്താ? ഇതൊക്കെ ഞങ്ങളുടെ മനസ്സിലുണ്ടെന്നാ പറഞ്ഞത്. അതെല്ലാം ജനങ്ങളുടെ മനസ്സിലുണ്ട്, ജനങ്ങൾ അതൊക്കെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് 23-ാം തീയതി ഞങ്ങൾ ശ്രീ PV അൻവറുമായി ഞങ്ങൾ നല്ലൊരു റോഡ് ഷോ വെക്കും. അത് നിങ്ങളോട് കണ്ടാൽ മതി. ഓക്കെ, ശരി. ശ്രീ സജി മഞ്ഞക്കടമ്പിൽ, നിങ്ങൾ ഈ പറഞ്ഞതുപോലെ താങ്കൾ ഈ അവകാശപ്പെട്ടതുപോലെയുള്ള വോട്ട് നേടുകയാണെങ്കിൽ CPM-നും കോൺഗ്രസിനും ഒക്കെ അവരുടെ കേഡർ വോട്ടുകൾ പോലും കിട്ടില്ല എന്ന് വേണം വിശ്വസിക്കാൻ. കാരണം 75% വോട്ട് മാത്രമാണ് ഇത് നിങ്ങൾക്ക് അവിടെ പോൾ ചെയ്തത്. അപ്പോൾ നിങ്ങൾ പിടിക്കുന്നത് ആരുടെ വോട്ടുകളാണ്? രണ്ടുപേരുടെയും വോട്ടുകൾ ഞങ്ങൾ മേടിക്കുമെന്നതാണോ നിങ്ങളുടെ അവകാശവാദം? ഞങ്ങൾ പിടിക്കുന്നത് സാധാ മനുഷ്യരുടെ വോട്ടുകളാണ്. രാഷ്ട്രീയമില്ലാത്ത, എന്നാൽ PV അൻവറിനെ അപമാനിച്ചതിന് എതിരെ അവിടുത്തെ ജനങ്ങളുടെ ഒരു പ്രതികരണമാണ് തെരഞ്ഞെടുപ്പിൽ. സാധാരണ മനുഷ്യരുടെ വോട്ട് ഞങ്ങൾക്ക് ലഭിക്കും. ആ വോട്ട് ഞാൻ പറഞ്ഞല്ലോ, ഒരു നിയോജക മണ്ഡലത്തിൽ നിങ്ങൾ പഠിച്ചു നോക്കും, ഒരു 50% പോലും രാഷ്ട്രീയമായി ചിന്തിക്കുന്ന ആളുകളില്ല. അവരുടെ നിഷ്പക്ഷമതികളെ മനുഷ്യരുണ്ട്. അവരുടെ മനസ്സിലേക്ക് ശ്രീ PV അൻവർ എന്ന് പറയുന്ന ആ ജനനേതാവ് അവരുടെ മനസ്സിലുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ കലാശക്കൊട്ട് ഇല്ലായിരുന്നല്ലോ, ഞാൻ തിരിച്ചു വന്ന വഴിക്ക് ഒരു കടയിൽ കയറി ഒരു പാവപ്പെട്ട ഒരു സ്ത്രീ, അവരൊരു ഹിന്ദു സ്ത്രീ, അവരോട് ഞാൻ ചോദിച്ചു എവിടെയാ താമസിക്കുന്നത് ചോദിച്ചപ്പോ അവർ പറഞ്ഞു ഞാൻ ഇന്നടത്ത് താമസിക്കുന്നത്. അപ്പൊ എന്നെ അറിയില്ല, ആരാധന അറിയില്ല. അപ്പൊ ഞാൻ ചോദിച്ചു എങ്ങനെ ഇലക്ഷന്? അവര് പറഞ്ഞത് അമ്പൂക്ക, ഞങ്ങളെല്ലാം അമ്പൂക്കൊക്കെ പോവാ, ഇവിടുത്തെ പാവപ്പെട്ടവർ മുഴുവൻ അമ്പൂക്കാക്കുക. അവർ പറഞ്ഞ ഭാഗമാ. അൻവറിന്റെ പ്രചരണം പോലും അൻവറിന്റെ ചില സ്ട്രോങ് ഹോൾഡുകൾ നോക്കി അവിടെ പോയി ഉള്ള പ്രചരണമായിരുന്നു. ഈ താങ്കൾ അവകാശപ്പെടുന്ന വോട്ട് അല്ലെങ്കിൽ ഇന്നലെ PV അൻവർ അവകാശപ്പെട്ട വോട്ട് വേണമെങ്കിൽ മണ്ഡലത്തിലുടനീളം ആ രീതിയിലൊരു ട്രെൻഡ് നിങ്ങൾക്ക് അനുകൂലമായി ഉണ്ടെങ്കിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. അങ്ങനെ ഒരു പ്രചരണം പോലും അൻവറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. എന്താ പറയുന്നത്? മണ്ടത്തരം പറയാതെ ഞങ്ങള് എത്ര ദിവസം നോമിനേഷൻ കൊടുത്തു, പിറ്റേ ദിവസം മുതൽ രംഗത്തുണ്ടായിരുന്നു. ഞങ്ങൾ ഒരൊറ്റ റോഡ് ഷോ, അത് മാത്രം മതി ഞങ്ങൾക്ക്. അല്ല, ജനങ്ങളുടെ മനസ്സിൽ ശ്രീ PV അൻവർ ഉണ്ട്. ഞങ്ങൾക്ക് അവിടെ ഈ പറഞ്ഞ പോലെ അന്ന് ഈ കലാശക്കോട് കുറെ പേരെ കള്ളും കുടിപ്പിച്ച് വഴിയിലിറക്കി റോഡ് ബ്ലോക്ക് ചെയ്ത് പ്രകടനം നടത്തിയിരുന്നത് മാത്രമേ ഞങ്ങൾ ചെയ്തുള്ളൂ. ഞങ്ങളല്ലാതെ മാന്യമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ പ്രവർത്തകർ വീട് കയറിയിട്ടുണ്ട്, ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. PV അൻവർ വേണ്ട സ്ഥലങ്ങളെല്ലാം ചെന്നിട്ടുണ്ട്.
അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഞങ്ങൾക്ക് ലഭിക്കേണ്ട വോട്ടുകൾ ഞങ്ങൾക്ക് ലഭിക്കും. ഈ പറഞ്ഞ പോലെ നിങ്ങളൊക്കെ ശരി, എന്തായാലും വലിയ അവകാശവാദമാണ് ഇന്നലെ PV അൻവർ ഉന്നയിച്ചത്. ഇന്ന് സജി മഞ്ഞക്കടമ്പിലും അത് തന്നെ ഉന്നയിക്കുന്നു. വിജയത്തിൽ കുറഞ്ഞതൊന്നും അൻവർ പ്രതീക്ഷിക്കുന്നില്ല എന്നതാണ്. എന്നാൽ ആ പ്രതീക്ഷയുടെ അടിസ്ഥാനം എന്ത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. നിലമ്പൂരിൽ നമ്മൾ അൻവറിൻ്റെതായ കുറെ പ്രചരണ വാഹനങ്ങൾ കണ്ടിരുന്നു. അതിന് പിന്നാലെ ഒരു വാഹനം പോലും പലയിടങ്ങളിലും കണ്ടിട്ടില്ല. പ്രചരണ രംഗത്ത് എങ്ങനെ അൻവർ ഉണ്ടായിരുന്നു എന്നത് അൻവർ തന്നെ വിശദീകരിച്ചിട്ടുള്ളതാണ്. തന്റെ സ്ട്രോങ് ഹോൾഡ് ആയിട്ടുള്ള ഇടങ്ങളിലാണ് പോയിട്ടുള്ളതെന്ന് അൻവർ തന്നെ സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇപ്പോഴും വലിയ പ്രതീക്ഷയാണ്. നമുക്ക് തിരിച്ചെത്താം. അൻവർ എങ്ങനെ ഈ തെരഞ്ഞെടുപ്പെ അഫക്ട് ചെയ്യുമെന്നുള്ളത് ഒന്നുകൂടി പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ വസന്ത് തേങ്കമ്പള്ളി, ഇപ്പോൾ അമരമ്പലമായാലും എടക്കരയായാലും ഈ പോത്തുകല്ലായാലും ഒക്കെ LDF-നൊപ്പം നിന്ന് അൻവർ ഭൂരിപക്ഷം നേടിയിട്ടുള്ള പഞ്ചായത്തുകളാണ്. ഇപ്പോഴും LDF-നൊപ്പം എന്ന് അൻവർ വിശ്വസിക്കുന്നു എന്ന് എനിക്ക് അറിയില്ല. എന്തായാലും വലിയ പ്രതീക്ഷകളാണ് അൻവറിനെ സംബന്ധിച്ചുള്ളത്. അൻവർ പ്രതീക്ഷ അർപ്പിക്കുന്ന ഇടങ്ങളിൽ നിങ്ങളും പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ വഴിക്കടവിൽ ഏതാണ്ട് 2000 ഭൂരിപക്ഷം ഉണ്ടാകും എന്നതാണ് UDF-ന്റെ കണക്കൂട്ടൽ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മുത്തേടത്ത് വലിയ രീതിയിൽ 4000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാകും എന്നത് നിങ്ങളുടെ പ്രതീക്ഷയാണെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ അൻവർ പ്രതീക്ഷ അർപ്പിക്കുന്ന ഇടങ്ങൾ നിങ്ങളും പ്രതീക്ഷ അർപ്പിക്കുന്ന ഇടങ്ങളാണ്. വലിയ പ്രതീക്ഷ അൻവർ കാണുമ്പോൾ അത്രയൊന്നും എത്തിയില്ലെങ്കിൽ പോലും ഒരുപക്ഷെ നിങ്ങൾ കണക്ക് കൂട്ടുന്നതിനപ്പുറത്തേക്ക് അൻവർ പോകാനുള്ള സാധ്യതയില്ലേ? ഒരിക്കലുമില്ല. കാര്യം 2016 അൻവറിനുണ്ടായിരുന്ന ഭൂരിപക്ഷത്തെ ഏതാണ്ട് 6-1 2021 UDF അവിടെ വലിയ മുന്നേറ്റം നടത്തുന്നത്. ഏതാണ്ട് 2700 സ്ഥാനാർത്ഥി VV പ്രകാശ് ആയിരുന്നു. അല്ല അങ്ങ് ഇങ്ങനെ ഇടപെടരുത്. മറ്റുള്ളവർക്ക് ഈ 4ാം സ്ഥാനത്ത് നിൽക്കുന്ന TMCക്ക് അങ്ങ് അരമണിക്കൂർ കൊടുത്തിട്ട് 1-2 സ്ഥാനത്ത് നിൽക്കുന്ന കോൺഗ്രസിനും CPM-നും 5 മിനിറ്റാണ് നൽകുന്നതെങ്കിൽ ഈ ചർച്ച 1-2 സ്ഥാനം നോക്കിയൊന്നും അല്ലല്ലോ. അദ്ദേഹം നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു വലിയ ഫിഗർ ഇപ്പോഴും അവകാശവാദം ഉന്നയിക്കുമ്പോൾ നമുക്ക് സംശയങ്ങൾ ഉണ്ടാകും, നമ്മൾ ചോദിക്കും. അതല്ലാണ്ട് ഏത് പാർട്ടി ഏത് പൊസിഷനിലെന്ന് നോക്കിയിട്ടല്ലല്ലോ ഒരു ചർച്ച നടക്കുക. അങ്ങനെയാണെങ്കിൽ BJP രാജ്യം ഭരിക്കുന്ന പാർട്ടി, അവർക്ക് വലിയ അവകാശവാദങ്ങളൊക്കെ ഉണ്ടാകും. ശ്രീ വസന്ത്, താങ്കൾ പറഞ്ഞോളൂ. പ്രവാചകനോ ഇയാള്? അങ്ങ് സംസാരിച്ചപ്പോ ഞാൻ ഇടപെട്ടില്ല. മര്യാദയോട് സംസാരിച്ചാൽ വ്യക്തിപരമായി പോകണ്ട, വ്യക്തിപരമായ അധിക്ഷേപത്തിലേക്ക് പോകണ്ട. പറഞ്ഞോളൂ ശ്രീ വസന്ത്. അല്ല, മാന്യമായിട്ട് സംസാരിച്ചാൽ ഇടപെടില്ല. 4ാം സ്ഥാനത്തേക്ക് തീരുമാനിക്കുന്നത്. മാന്യത പഠിച്ചാൽ മതി. നിങ്ങൾ വഴക്കിലേക്ക് പോകണ്ട ശ്രീ സജി. പോട്ടെ, ഞാനും പറഞ്ഞുവല്ലോ, അദ്ദേഹത്തോട് ഞാനും പറഞ്ഞുവല്ലോ. മര്യാദ സംസാരിക്കും. 4ാം സ്ഥാനത്ത് ഇയാളോട് തീരുമാനിക്കുന്നത്, പ്രവാചകനാണ് താൻ. എന്റെ ടേണാണെങ്കിൽ മഞ്ഞക്കുന്നത് രേണുവാണ്. ഞാൻ സംസാരിച്ചു തുടങ്ങുന്ന തനിക്ക് പറയാനുള്ള പറയുക. താൻ പ്രവാചകനാണ്. ശ്രീ വസന്ത്, നമ്മൾ വ്യക്തിപരമായ തർക്കത്തിലേക്കൊന്നും പോകണ്ട. ശ്രീ വസന്ത് പറഞ്ഞോളൂ. ഞാൻ എന്താണ്, ഏത് കോണ്ടെക്സ്റ്റിലാണ് സജി മഞ്ഞക്കടമ്പിന് കൂടുതൽ സമയം കൊടുക്കേണ്ടി വന്നത് എന്നത് ഞാൻ വിശദീകരിച്ചതാണ്. അദ്ദേഹം പറഞ്ഞ ഫിഗർ എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്ത ഫിഗറാണ്. അതിൽ എനിക്ക് സംശയങ്ങൾ ഉണ്ടായിരുന്നു, ഞാൻ ചോദിച്ചു. അല്ലാണ്ട് പാർട്ടിയുടെ സ്ഥാനം നോക്കിയല്ല നമ്മൾ ഒരു ചർച്ചയിൽ ഇടപെടുക. താങ്കൾ പറഞ്ഞോളൂ ശ്രീ വസന്ത്. ബംഗാളിൽ നിന്നുള്ള ബംഗാളി പാർട്ടി TMC അതല്ല ഈ സംസ്ഥാനത്തെ ഒന്നാമത്തെ പാർട്ടി ഒന്നുമല്ല. അല്ലല്ലോ, കോൺഗ്രസിനും CPM-നും സംസാരിക്കാൻ 5 മിനിറ്റ്, TMCക്ക് 5 മണിക്കൂർ. എന്നിട്ട് ഞാൻ സംസാരിക്കുമ്പോ TMCയുടെ ഈ ബംഗാളി പാർട്ടിയുടെ നേതാവ് ഇടപെടുക. അങ്ങനെ ഇടപെടുമ്പോ അത് വ്യക്തിപരമായ അധിക്ഷേപമല്ല. ഞാൻ വിളിച്ച ഗസ്റ്റുകളാണ് 4 പേരും. 4 പേർക്കും അതേ പ്രാധാന്യവും പ്രസക്തിയുമുണ്ട്. താങ്കൾ പറഞ്ഞോളൂ ശ്രീ വസന്ത്. ബംഗാളികൾ ഞങ്ങളുടെ പാർട്ടിയെ കാണും, CPM-യെ കാണും, കോൺഗ്രസിൽ കാണും. ഞങ്ങളുടെ ബംഗാളികൾ, ഞങ്ങളൊക്കെ മലയാളികളാ. ഞങ്ങളൊക്കെ മലയാളികൾ അസൽ കോട്ടയംകാരാണ് സജി മഞ്ഞക്കടമ്പൻ. PV അൻവർ അസൽ മലപ്പുറംകാരനാ. മര്യാദ കൊടുത്താൻ പറ. താങ്കൾ പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വിളിച്ച അതിഥികളാണ്. ആരെയും വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നത് ശരിയല്ല. അദ്ദേഹത്തിനോട് സമയം കൂടുതൽ എടുത്തത് എന്താണെന്ന് ഞാൻ വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി താങ്കൾ പറഞ്ഞോളൂ. അതെ, ഞാൻ ആ രീതിയിൽ തന്നെയാണല്ലോ വസന്തിനോടും ഇടപെടുന്നത്. വസന്ത് എന്തുകൊണ്ട് സമയം കൂട്ടി കൊടുത്തു എന്നതിന് ഞാൻ കൃത്യമായ കാരണവും പറഞ്ഞു കഴിഞ്ഞു. എനിക്കത് വിശദീകരിക്കേണ്ടതുള്ളത് താങ്കൾ വിളിച്ചു വരുത്തിയ ആളായതുകൊണ്ട് ഞാനത് വിശദീകരിച്ചു. താങ്കൾ ഇനി പറഞ്ഞോളൂ. അതിന് സജിയെ അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് പോകേണ്ടതില്ല. ഈ ചർച്ചയുടെ അപ്ലോഡിങ് കഴിയുമ്പോൾ യൂട്യൂബ് എടുത്ത് രേണു നോക്കണം. ഞാൻ സംസാരിച്ച് 1 മിനിറ്റ് ആവുന്നതിന് മുമ്പാണ് അങ്ങ് എല്ലാ തവണ ഇടപെട്ടത്. ഞാൻ ചോദിച്ചത് ഞാനിപ്പോ ഈ വിഷയത്തിലേക്ക് വരൂ. ഇനി പറഞ്ഞ സമയം കളയണ്ട.
പറയാതിരിക്കാൻ പറ്റുമോ? എന്നെ എന്റെ പാർട്ടിയെ വായി തോന്നിയത് വഴിയെ പോകുന്നവർക്കൊക്കെ പറയാം. ഞങ്ങൾ തിരിച്ചു അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ശ്രീ വസന്ത്. താങ്കൾ പറയൂ, അവരുടെ ആത്മവിശ്വാസം എന്നത് ഞാൻ ചൂണ്ടിക്കാട്ടിയിട്ട് താങ്കളോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞോളൂ. അത് ഈ ചർച്ചയുടെ ആങ്കർ ആരാണ്? അങ്ങാണല്ലോ അല്ലേ? എന്നെ മര്യാദ പഠിപ്പിക്കാൻ മറ്റുള്ളവർ വരുന്നുണ്ട്, അതിന്റെ ആവശ്യമൊന്നുമില്ല. പറഞ്ഞോളൂ വസന്ത്, സമയം പോകുന്നു. ഞങ്ങളെ സംബന്ധിച്ച് 2700 വോട്ടിലേക്ക്, അതായത് ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കുമ്പോ, ഇടതുപക്ഷത്തിന്റെ കേഡർമാർക്കൊപ്പമുള്ളപ്പോ, ഇടതുപക്ഷത്തിന്റെ പാർട്ടി സംവിധാനം കൂടെ ഉള്ളപ്പോ പോലും രണ്ടാമത് ഈ രണ്ട് സ്ഥാനാർത്ഥികളുടെ പ്രത്യേകത ഏതാണ്? ഒന്ന് അൻവർ, അതായത് ഒന്നാം പിണറായി ഗവൺമെന്റിനേക്കാൾ കൂടുതൽ സീറ്റുകളോടുകൂടി രണ്ടാം പിണറായി ഗവൺമെന്റ് വന്നപ്പോ ആ ഇടതു തരംഗം ആഞ്ഞടിച്ചപ്പോഴും 10,000-ൽ പരം വോട്ടുകളിൽ നിന്ന് 2700 വോട്ടിലേക്ക് അൻവറിന്റെ ഭൂരിപക്ഷം കുറയുകയാണ് ഉണ്ടായത്. അതായത് അൻവറിനെതിരായി സ്ഥലം MLA എന്നുള്ള നിലയിൽ ഒരു ആന്റി ഇൻകംബൻസി അൻവറിനെതിരായി കൂടി ആ മണ്ഡലത്തിൽ ഉണ്ട് എന്നതിന്റെ വ്യക്തമായ ദിശാസൂചികയാണ് 2016-ഉം 2021 തമ്മിലുള്ള കമ്പാരിസൺ. ആ കമ്പാരിസൺ നടത്തിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകും. അപ്പോ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഇടത് സംവിധാനമില്ലാത്ത, ഇടത് കേഡർ സംവിധാനം കൂടെ ഇല്ലാത്ത അൻവർ അതിനേക്കാൾ വോട്ട് പിടിക്കും എന്നുള്ള പ്രതീക്ഷ ആർക്കാണുള്ളത്? നിങ്ങൾക്കും ഈ പറയുന്ന സ്വപ്ന ലോകത്തെ ബാലഭാസ്കർ ചമന്ന് നടക്കുന്ന ചില TMC-ക്കാർക്കും മാത്രമേ ഉള്ളൂ. അതൊക്കെ അവർ മനപ്പായസം ഇങ്ങനെ ഉണ്ടുകൊണ്ടിരിക്കട്ടെ. അദ്ദേഹം പറഞ്ഞെന്താണ്? ഞങ്ങൾ കൊട്ടിക്കൊലാശം നടത്തിയില്ല, ഞങ്ങൾ ജനങ്ങളെ കണ്ടു. നല്ല കാര്യമാണ്, നിങ്ങൾ ജനങ്ങളെ കാണൂ. ഞങ്ങളും ജനങ്ങളെയല്ലേ കണ്ടത്? ഞങ്ങൾ എന്താ പാവങ്ങളെയാണ് പോയി കണ്ടത്? അല്ലല്ലോ, ഞങ്ങളും ജനങ്ങളെയാണ് കണ്ടത്. ഞങ്ങളും ക്ലിയർ കട്ടായി രാഷ്ട്രീയമാണ് പറഞ്ഞത്. ആ രാഷ്ട്രീയം ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. എന്തിനാണ് അൻവറിന് വോട്ട് ചെയ്യേണ്ടത്? വോട്ട് ചെയ്യേണ്ടത്? ഇന്നലെ പറഞ്ഞത് നാളെ മാറ്റി പറഞ്ഞു, മറ്റന്നാൾ ഇന്നലെ പറഞ്ഞതിന് കൂടെ പോകുന്ന, നിലപാടിൽ വ്യക്തതയില്ലാത്ത, സ്ഥിരതയില്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവിന് ഈ രാഷ്ട്രീയ കേരളം വോട്ട് ചെയ്തിട്ടുണ്ടോ? മഞ്ഞക്കടമ്പിന്റെയും എന്റെയും നാട്ടിലല്ലേ, എന്റെയും മഞ്ഞക്കടമ്പിന്റെ നാടായ കോട്ടയത്തല്ലേ PC ജോർജ് ഉള്ളത്? PC ജോർജ് എങ്ങനെയാ രാഷ്ട്രീയ കേരളത്തിന്റെ മാലിന്യത്തെ കൂപ്പ് തൊട്ടിയിലേക്ക് വലിച്ചെറിയപ്പെട്ടത്? അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടിൽ ഇല്ലാത്ത സ്ഥിരതയില്ലായ്മയായിരുന്നില്ലേ? അതേ രീതിയിലാണ് അൻവർ കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ബിഹേവ് ചെയ്തു. അൻവറിന് വേണ്ടി വാതിലുകൾ തുറന്നിട്ട് കാത്തിരുന്നത് UDF അല്ലേ ശ്രീ വസന്ത്? ഏറ്റവും അവസാനം രാത്രി പോയി കണ്ടത് നിങ്ങളുടെ MLA-യും അല്ലേ? ഞാൻ അതിനകത്ത് ക്ലിയർ ആയിട്ട് ഉത്തരം പറയാം, അങ്ങ് അനുവദിച്ചാൽ മതി. ഒന്ന്, സ്വാഭാവികമായും അൻവർ ഉയർത്തിയ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ആദ്യം രാജിവെക്കുമ്പോൾ അത് ഞങ്ങൾ ഇപ്പോഴും ഓൺ ചെയ്യുകയാണ് രേണു. ഞങ്ങൾ അതിനെ തള്ളി പറഞ്ഞിട്ടില്ല. അപ്പൊ സ്വാഭാവികമായും അൻവറിനോട് ഞങ്ങളുടെ കൂടെ സഹകരിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ടെന്ന് പറയുമ്പോൾ ഞങ്ങൾ എന്തിനാ ചേർക്കാതിരിക്കേണ്ടത്? ഞങ്ങൾ ബഹുജനങ്ങളുടെ വോട്ടിനെ ആശ്രയിക്കുന്ന, ബഹുജനങ്ങളുടെ വോട്ടിനെ ആഹരിക്കുന്ന ഒരു പാർട്ടിയാണ് എല്ലാ കാലത്തും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അപ്പോൾ ഞാൻ ഇടപെടുന്നു ശ്രീ വസന്ത്, എന്നോട് ക്ഷമിക്കുക. നമുക്ക് മറ്റു അതിഥികളിലേക്ക് കൂടി പോകണം. എന്തായാലും പിണറായിസത്തിനെതിരെ യുദ്ധം നടത്തിയ അൻവർ, നിങ്ങൾ ഇവിടെ നോക്കൂ, ഇവിടെ ഇപ്പോൾ ചർച്ച നടക്കുമ്പോൾ അടി കോൺഗ്രസും TMC-യും തമ്മിലാണ്, സജി മഞ്ഞക്കടമ്പിലും വസന്ത് തെങ്ങുംപള്ളിയും തമ്മിലാണ്. അതുപോലെയാണ് മണ്ഡലത്തിലും നടന്നിട്ടുള്ളതെങ്കിൽ എന്താകും അതിന്റെ ഫലം എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. ഇതുപോലെയാണ് വോട്ടിന്റെ കാര്യത്തിലും വർക്ക് നടന്നിട്ടുള്ളതെങ്കിൽ. ശ്രീ VPP മുസ്തഫ, ഇവിടെ ഇപ്പോൾ വലിയ രീതിയിലുള്ള വിള്ളൽ കോൺഗ്രസിൽ ഉണ്ടായിട്ടുണ്ടാകും എന്ന പ്രതീക്ഷ ഉണ്ട് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് എന്നതാണ് മനസ്സിലാകുന്നത്. പക്ഷേ ഒരു പോറൽ പോലും ഉണ്ടായിട്ടില്ല എന്നതാണ് സൂചിപ്പിക്കുന്നത്. ലീഗ് ഏറ്റവും ആക്റ്റീവായി ഇടപെട്ട തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ മുത്തേടത്തൊക്കെ വലിയ രീതിയിലുള്ള ഭൂരിപക്ഷം പ്രതീക്ഷിക്കുകയാണ് UDF. അവർ ഒരു തരത്തിലും തെരഞ്ഞെടുപ്പ് സമയത്തോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നു, MP ഗോവിന്ദൻ പറഞ്ഞു കോൺഗ്രസിൽ വലിയ അടി ഉണ്ടാകാൻ പോവുകയാണ്, കോൺഗ്രസിൽ UDF-ലൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ് എന്ന് സൂചിപ്പിച്ചു. അതിനുശേഷമോ ഉണ്ടാകാൻ പോകുന്നില്ല എന്നതിന്റെ സൂചനയാണ്. ഒരു പോറൽ പോലും ഉണ്ടാകില്ല എന്ന് ആര്യാടൻ ഷൗക്കത്ത് പറയുന്നു. നമ്മള് പലതും കാണുകയുണ്ട്. ഈ നിരാശ ബാധിച്ചവരുടെയും അതുപോലെ പരാജയം മുന്നിൽ കാണുമ്പോഴുള്ള വല്ലാത്തൊരു വിഭ്രാന്തിയുടെയും എല്ലാം പ്രതികരണം. അതിലൊന്നാണ് ശ്രീ PV അൻവർ സ്ഥാനാർത്ഥിയായതിനു ശേഷം, അതിന് മുമ്പല്ല ഞാൻ പറഞ്ഞത്, സ്ഥാനാർത്ഥിയായതിനു ശേഷം പ്രകടിപ്പിച്ചിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഇപ്പൊ അദ്ദേഹത്തെ പ്രതിനിധീകരിച്ച് നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന സഹപാനലിസ്റ്റും പ്രകടിപ്പിച്ചിട്ടുള്ള അസഹിഷ്ണുതയെല്ലാം നമ്മളെ കാണിക്കുന്നത്. കാരണം ഇവരൊക്കെ നമ്മുടെ സഹപാനലിസ്റ്റ് സജിയും വലിയ കേരള കോൺഗ്രസിന്റെയും കോട്ടയത്തെ UDF-ന്റെയും വലിയ നേതാവായിട്ടുണ്ടായിരുന്നയാള്. അവിടുന്ന് പുറത്തു വന്നപ്പോൾ അദ്ദേഹത്തിനും ഒരു പ്രധാനപ്പെട്ട സ്ഥലം കിട്ടുന്നില്ല. നേരത്തെ കോൺഗ്രസിൽ നിന്ന് പിന്നെ ഇടതുപക്ഷം വന്നു, പിന്നെ വീണ്ടും UDF-ലേക്ക് ചേക്കാറാൻ നോക്കി. ഇപ്പോ PV അൻവറും വന്നിട്ട് രണ്ടുപേരും എന്തൊക്കെയാ പറഞ്ഞത്? എനിക്ക് ആഭ്യന്തരമന്ത്രിയാവണം, എനിക്ക് മറ്റേ ഇന്ന വകുപ്പ് വേണം, മറ്റേ ഇതാവണം, ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ 1000 ആളുമായിട്ടാണ് ഇനി നിയമസഭയിലേക്ക് പോകുന്നത്. ഇതൊക്കെ
എന്തൊരു തരം പ്രതികരണങ്ങളാണ്. നമ്മൾ PV അൻവറിനെ പോലെ നേരത്തെ, അതായത് 2024 LDF-ൽ നിന്ന് രാജിവെച്ച് പുറത്തു പോകുന്നത് വരെ ഉണ്ടായിരുന്ന കേരളത്തിലാകെ സ്വീകാര്യതയുണ്ടായിരുന്ന ഒരു PV അൻവറിന്റെ പ്രതികരണമാണോ അദ്ദേഹം ഈ UDF-ലും പോലും അംഗത്വം കിട്ടാതെ ഈ തനിച്ച് മത്സരിക്കേണ്ടി വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രതികരണങ്ങൾ? അതിന് സമാനമല്ലേ ഇപ്പോ ഇവിടെ അങ്ങേയറ്റത്തെ അസഹിഷ്ണുത പ്രകടിപ്പിച്ചുകൊണ്ട് ശ്രീ സജീവ് പ്രകടിപ്പിച്ചിട്ടുള്ളത്? അപ്പൊ ഇതാണ് അതിന്റെ ഒരു അവസ്ഥ. അതുകൊണ്ട് അതിനെയൊന്നും നമുക്ക് ഗൗരവത്തിൽ എടുക്കാൻ വേണ്ടി കഴിയില്ല. 2, BJP-യുടെ പ്രതിനിധി രേണു ചില കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ UDF-ഉം LDF-ഉം ഞങ്ങളൊക്കെയാണ് തീവ്രവാദികളെ കൂട്ടി നടക്കുന്നത്. പ്രജ്ഞാ സിംഗ് എന്ന് പറഞ്ഞാൽ ആരാണ്? BJP പ്രതിനിധി ഒന്ന് പറഞ്ഞാട്ടെ. നിങ്ങളുടെ MP ആയിരുന്നേ. ആ പ്രജ്ഞാ സിംഗിനെതിരെ മലേഗാവ് ബോംബ് സ്ഫോടന കേസ്, അവിടെ ബോംബ് വെച്ച് നിരപരാധികളായ മനുഷ്യരെ കൊന്ന കേസ് ഇന്ത്യയിൽ. ആ കേസിൽ പ്രജ്ഞാ സിംഗ് പ്രതി. NIA നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി 1500 പേജുള്ള കുറ്റപത്രം കൊടുത്തു. എന്നിട്ട് NIA-യുടെ വക്കീല് പ്രോസിക്യൂട്ടർ അവിടെ വാദിച്ചത് എന്താ? പ്രജ്ഞാ സിംഗിന് വധശിക്ഷ കൊടുക്കണമെന്ന്. അങ്ങനെയുള്ള ആളുകളെ നേതാക്കളായിട്ട് കൊണ്ടു നടക്കുന്ന ആളുകളാണോ ഇവിടെ ഈ തീവ്രവാദത്തെ കുറിച്ച് പറയുന്നത്? നിങ്ങളുടെ കണക്ക് വന്നില്ലേ? കേന്ദ്ര ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ 2024 ഇന്ത്യയിൽ 1180 കേസുകൾ ഏതിന്? വിദ്വേഷ പ്രസംഗത്തിന്റെ പേരിൽ. വിദ്വേഷ പ്രസംഗം നടത്തിയതിന് 1180 കേസുകൾ. അതിൽ 74% കേസുകളും പ്രിയപ്പെട്ട BJP പ്രതിനിധി നിങ്ങളുടെ നേതാക്കൾ, നിങ്ങളുടെ മുഖ്യമന്ത്രിമാർ, നിങ്ങളുടെ MP-മാർ, നിങ്ങളുടെ MLA-മാർ. എന്നിട്ട് നിങ്ങളാണോ പണ്ടെങ്ങാണ്ട് മദനി ഒരു 4 പ്രസംഗം നടത്തിയതിനെ കുറിച്ചിട്ട് പറയാൻ പോകുന്നത്? അദ്ദേഹം പരസ്യമായിട്ട് ഈ സമൂഹത്തോട് ഏറ്റുപറഞ്ഞില്ലേ? താങ്കൾ സംസാരിക്കുമ്പോൾ ഞാൻ ഇടപെട്ടിട്ടില്ല. ഇങ്ങനെ അസഹിഷ്ണുത കാണിക്കില്ല. താങ്കൾ ആ സജീവിന്റെ സ്വഭാവത്തിലേക്ക് പോകല്ല. താങ്കൾക്ക് സമയം തരും, രേണു സമയം തരും, താങ്കൾ സംസാരിക്കൂ. എന്തെല്ലാം താങ്കൾ പറഞ്ഞിട്ടുണ്ട് മദനി മൗദൂദി എന്നൊക്കെ ക്ലാസ് ഒപ്പിച്ച് പറയുമ്പോൾ ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ടോ? ഇല്ല. ഒന്ന് സഹിഷ്ണുതയോടെ കേൾക്കൂ. അപ്പൊ ഇതൊക്കെ നമ്മുടെ രാജ്യത്തെ അവസ്ഥയാ. ഞാൻ പറയുന്ന കണക്കല്ല. നിങ്ങളുടെ NIA, നിങ്ങളുടെ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ, നിങ്ങളാണ്, BJP ആണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ മത തീവ്രവാദം പറയുന്നത്, അന്യമത വിദ്വേഷം ഉണ്ടാക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ അമ്മാതിരി ഈ ദേശസ്നേഹത്തിന്റെയും വിദ്വേഷ പ്രസംഗത്തിന്റെയും തീവ്രവാദത്തിന്റെയും എതിരായിട്ട് സംസാരിക്കാൻ ഒരർഹതയും ഇല്ലാത്ത ആളുകളാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കേരളത്തിൽ വേര് ലഭിക്കാത്തത്. നിങ്ങൾ കേരളത്തിൽ ഈ മണ്ഡലങ്ങളും കൊണ്ട് നടക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ് എന്നുള്ളത്. കാരണം കേരളം ഒരു സെക്യുലർ കൾച്ചർ ഉള്ള നാടാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ ശ്രീ VPP മുസ്തഫ, MV ഗോവിന്ദൻ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് പറഞ്ഞ പ്രസ്താവനകൾ ഉൾപ്പെടെ നിലമ്പൂർ കേട്ടതാണ്. അതും കൂടി കേട്ടറിഞ്ഞുകൊണ്ടാണ് അതില് രേണു ആ പ്രസ്താവന അത് മാതൃഭൂമിക്ക് ഗോവിന്ദ മാഷ് നൽകിയ ഒരു ദീർഘമായ അഭിമുഖത്തിലെ 33 സെക്കൻഡുള്ള ഒരു ഭാഗം എടുത്തിട്ട് ഇതാ എന്തോ സംഭവിച്ചു എന്ന മട്ടിൽ നിങ്ങൾ വിവാദമാക്കാൻ ശ്രമിച്ചു. ആരും വിവാദമാക്കാൻ ശ്രമിച്ചതല്ല. അതിലെ ഭീഷണി എന്താണ് എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടും ഒരു ഭയവുമില്ലാതെ അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. പിന്നീട് അദ്ദേഹത്തിന് തന്നെ അത് തിരുത്തി പറയേണ്ടി വന്നതാണ്. മുഖ്യമന്ത്രിക്ക് ഡാമേജ് കൺട്രോൾ ഒരു 3/4 മണിക്കൂർ എടുത്ത് നടത്തേണ്ടി വന്ന വിഷയമാണ്. അത് മാധ്യമങ്ങൾ വളച്ചൊടിച്ചതോ കൂട്ടിച്ചേർത്തതോ ഒന്നുമല്ല. അത് വളരെ വ്യക്തമാണ് ശ്രീ VPP മുസ്തഫ. രേണുവിനെ പോലത്തെ ഒരു മാധ്യമ പ്രവർത്തക ഇതിനെ സംബന്ധിച്ച് CPIM നടത്തിയ CPM നേതാക്കൾ നടത്തിയ വിശദീകരണങ്ങൾ കേൾക്കാതെ വന്നിട്ടാണ് ഈ ചർച്ച നയിക്കുന്നതെങ്കിൽ താങ്കളോട് സഹതാപം. ഞാൻ MV ഗോവിന്ദന്റെ വിശദീകരണവും കേട്ടതാണ്. MV ഗോവിന്ദൻ കൊടുത്ത ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യവും കേട്ടതാണ്. മുഖ്യമന്ത്രി നടത്തിയ വിശദീകരണവും വാർത്താ സമ്മേളനവും കണ്ടതാണ്. ശ്രീ കണ്ടതിനെ കുറിച്ച് പറയാൻ തയ്യാറാകണം. അതെല്ലാം കണ്ടിട്ട് തന്നെയാണ് ശ്രീ VPP മുസ്തഫ പറഞ്ഞത്. അത് നിലമ്പൂരിലെ ജനങ്ങളും കണ്ടതാണ് എന്ന കാര്യം ഞാൻ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. നമ്മളുടെ ഇന്നത്തെ ചർച്ച എന്തായാലും അതുമായി ബന്ധപ്പെടുത്തിയുള്ളതല്ല. ഏതായാലും അതുകൂടി കണ്ടതിന് ശേഷമാണ്. ഇനിയപ്പോൾ വിശദമായി അതിലേക്ക് പോകാൻ സമയവുമില്ല നമ്മളെ സംബന്ധിച്ച്. ശ്രീ TK അശോക് കുമാർ ഇവിടെ ഇപ്പോൾ ഇത് മഹാമോശമാണ്. നേരത്തെ വസന്ത് പറഞ്ഞതുപോലെ താങ്കളോട് പറയേണ്ടി ഇല്ല സമയം അവസാനിക്കാനാകുന്നത് കൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അത് നമുക്ക് അതിലേക്ക് വിശദമായി പോകാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. മതേതരമാണ് കേരളം. കമ്മ്യൂണിസ്റ്റുകാരുള്ളിടത്തൊക്കെ മതേതരമാണ്. അവിടെ BJP അനുവദിക്കില്ല. പറഞ്ഞ് അവസാനിപ്പിച്ചോളൂ. ഞാൻ ഇടപെട്ടത് സമയക്കുറവ് കൊണ്ടാണ്. ഈ മുസ്തഫ മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
ഇതുതന്നെ ആയിരുന്നു ത്രിപുരയിലെ സഖാക്കളും ബംഗാളിലെ സഖാക്കളും പറഞ്ഞിരുന്നത്. അദ്ദേഹം തൃശൂർ പിണങ്ങി ലോക്സഭാ പോയി മണ്ഡലത്തിലെ സഖാക്കളും അശോക് കുമാർ അദ്ദേഹം ചർച്ചയിൽ നിന്ന് പിണങ്ങി പോയി എന്നാണ് എനിക്ക് ആളുകളുടെ തോന്നുന്നത്. പണം കവർന്നെടുത്ത സാഹചര്യത്തിൽ ആളുകൾക്ക് രക്ഷയില്ലാതെ വന്നപ്പോൾ അവർ ആശ്രയിച്ചത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. അതുകൊണ്ട് കേരളം എന്നൊന്നും നിങ്ങൾ പറയണ്ട. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം തൃശൂർ ലോക്സഭാ മണ്ഡലം റെപ്രസെന്റ് ചെയ്യുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാ. അവിടുന്ന് ഞങ്ങൾ തെക്കോട്ടും വടക്കോട്ടും തുടരുകയല്ല പടരുകയാണ് ചെയ്യാൻ പോകുന്നത്. യാതൊരു സംശയവുമില്ല. കാരണം രാജ്യത്ത് നിങ്ങൾ ഈ മതമൗലികവാദികളെ കൂട്ടുപിടിച്ചുകൊണ്ട് നടത്തുന്ന രാഷ്ട്രീയത്തെ കുറിച്ച് ജനങ്ങൾക്ക് ബോധ്യം വന്നിട്ടുണ്ട്. നിങ്ങൾ മുനമ്പത്തെ കാര്യത്തിൽ സ്വീകരിച്ചത് ഞങ്ങൾക്കറിയാം. നിങ്ങൾ ഹമാസിന്റെ കാര്യത്തിൽ സ്വീകരിച്ചതറിയാം. നിങ്ങൾക്ക് ഇറാന്റെ കാര്യത്തിൽ സ്വീകരിച്ചതറിയാം. അതേ സമയത്ത് റഷ്യ ഉക്രൈനെ ആക്രമിച്ചാൽ അവിടുത്തെ യുദ്ധം നിങ്ങൾക്ക് യുദ്ധമല്ല. നിങ്ങൾക്ക് ഹമാസ് മാത്രമാണ് യുദ്ധം, ഇറാൻ മാത്രമാണ് യുദ്ധം. അതേപോലെ തന്നെ സിന്ദൂരിലേക്ക് ഓപ്പറേഷൻ നടത്തിയാൽ അപ്പോൾ നിങ്ങൾ യുദ്ധത്തിനെതിരായിട്ട് നിങ്ങൾ സംസാരിക്കും, പോസ്റ്റ് ഇടും, ഇതൊക്കെ ചെയ്യും. പക്ഷേ റഷ്യ ഉക്രൈന്റെ കാര്യത്തിൽ വരുമ്പോൾ വരില്ല. നിങ്ങൾ സെലക്റ്റീവാണ്, നിങ്ങളുടെ ഇരട്ടത്താപ്പാണ്. ഇത് മലയാളികൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അധിക കാലം അശോക് കുമാർ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടെങ്കിലും ഉണ്ടാകണം. അതല്ലാതെ നിങ്ങളുടെ വോട്ടിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അത് ആർക്കെങ്കിലും നേട്ടമായിട്ടുണ്ടെങ്കിൽ പുതിയ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ അക്കാര്യത്തിൽ വിശദീകരണം നൽകേണ്ട സാഹചര്യം വരും. ശ്രീ അശോക് കുമാർ, നിങ്ങൾ ഏത് കണക്ക് വെച്ച് പരിശോധിച്ചാലും കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ കേരളത്തിൽ ഏറ്റവും അധികം വളർച്ച പ്രാപിച്ചിട്ടുള്ള നേട്ടമുണ്ടാക്കിയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാ. 5% നിങ്ങൾക്ക് നിലമ്പൂരിൽ ഉണ്ടാകുമെന്ന് ഞാൻ ആവർത്തിച്ച് താങ്കളോട് ചോദിച്ചു. താങ്കൾക്ക് ഒരക്ഷരം ആ കാര്യത്തിൽ പറയാനുണ്ടായില്ല. ആ വോട്ട് വളർച്ച ഉണ്ടായില്ല എങ്കിൽ പോലും ലഭിച്ചിരുന്ന വോട്ട് ഉണ്ടാകുമോ എന്നായിരുന്നു എന്റെ ചോദ്യം. അതിൽ പക്ഷെ താങ്കൾ മറുപടി പറഞ്ഞില്ല. അത് ജനങ്ങൾ ചെയ്യും, ജനങ്ങൾ പ്രതീക്ഷയാണ്, അത് ഉണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ശ്രീ സജീവ് മനക്കടമ്പിൽ, നമ്മളുടെ സമയം അവസാനിക്കുകയാണ്. താങ്കൾ കൈ ഉയർത്തി എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു, പറഞ്ഞോളൂ. നമുക്ക് സമയം അവസാനിക്കുന്നു. പശ്ചാത്തലമുണ്ട്, മുനമ്പത്തെ രാഷ്ട്രീയ സാഹചര്യമുണ്ട്, വഖഫ് ബില്ലിന്റെ പശ്ചാത്തലമുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായ നിലപാടെടുത്തു. സംശയമൊന്നും വേണ്ട. 1% വോട്ടുണ്ടായിരുന്ന ത്രിപുരയിൽ ഞങ്ങൾ അതുകൊണ്ട് ജനാധിപത്യത്തിൽ ജനങ്ങളാണ് രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നത്. മുസ്തഫയ്ക്ക് ഒരേ വോട്ടേ ഉള്ളൂ. അതുകൊണ്ട് ജനങ്ങളെ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യേണ്ട. ഞാൻ ആവർത്തിച്ച് ചോദിച്ചിട്ടും താങ്കൾ മറുപടി പറയാത്ത സാഹചര്യം ഞാൻ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. സജീവ് പറഞ്ഞ് അവസാനിപ്പിച്ചോളൂ, നമ്മുടെ സമയം അവസാനിച്ചു. ഞങ്ങൾക്ക് ഒറ്റക്കാര്യം ഇവിടെ കോൺഗ്രസ് പ്രതിനിധിയും CPM-ന്റെ BP മുസ്തഫ ഇവിടെ പറഞ്ഞു. ഇവിടുന്ന് ശരിക്കും വിഭ്രാന്തി അവർക്ക് രണ്ടുപേർക്കും. അതുകൊണ്ടാണല്ലോ കോൺഗ്രസ് പ്രതിനിധി ഞങ്ങള് 4ാം സ്ഥാനത്ത് വരാൻ പോകുന്നതാണെന്ന് കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞു. CPM പ്രതിനിധി പറഞ്ഞു, അയ്യോ അൻവർ എന്തോ വലിയ കുഴപ്പം വർത്താനം പറഞ്ഞു, അതുപോലെ മഞ്ഞക്കടമ്പൻ വർത്താനം പറഞ്ഞു. അപ്പൊ ഇവർക്ക് വിഭ്രാന്തി. ഇവിടെ PV അൻവർ മത്സരിക്കുന്നത് കൊണ്ട് ശരിക്കും അക്ഷരാർത്ഥത്തിൽ UDF-നും അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്കും CPM-നും ഒരേപോലെ വിഭ്രാന്തികൾ ഉണ്ടായിരിക്കും. ഞങ്ങൾക്ക് ഒരു വിഭ്രാന്തിയില്ല. ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. 23-ാം തീയതി PV അൻവറുമായി ഞങ്ങൾ നിലമ്പൂർ ടൗണിലൂടെ ഞങ്ങൾ പ്രകടനം വെക്കും. എന്തായാലും ഇപ്പോൾ മുന്നണികൾക്കുണ്ടായിട്ടുള്ള ചങ്കിടിപ്പിന് കാരണം PV അൻവർ എന്ന് തന്നെയാണ്. PV അൻവർ അതേസമയം വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. എന്തായാലും നമുക്ക് തിങ്കളാഴ്ച വരെ കാത്തിരിക്കാം എങ്ങനെയാണ് നിലമ്പൂർ വിധി എഴുതിയത് എന്നറിയാൻ. ഇടവേളയ്ക്ക് ശേഷം അടുത്ത വാർത്താ ബുള്ളറ്റിൻ കാണാം. പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി.